ഈയിടെ ഈ സമാന്ത റൂത്ത് വലിയ ഭയങ്കര ഓൾമോസ്റ്റ് 34 മില്യൺ ഫോളോവേഴ്സ് ഉള്ളൊരു അക്കൗണ്ടാണ് അവരുടെ ഇൻസ്റ്റഗ്രാമിൽ. അവർ പറഞ്ഞ് ഹൈഡ്രജൻ പെറോക്സൈഡ് നെബുലൈസറിലിട്ട് ശ്വസിച്ചാൽ ലങ്സ് എല്ലാം ശരിയാവും, മരുന്നെടുക്കേണ്ട ആവശ്യം വരത്തില്ല എന്നാണ് അവർ ഒരു കണക്കിന് അവർ പറയുന്നത് കറക്റ്റാണ്. എന്നുവെച്ചാൽ അതോടെ ഹോസ്റ്റ് ഇല്ലാതെയാവും, മനുഷ്യനില്ലെങ്കിൽ പിന്നെ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവരിപ്പോൾ ഈ ധന്വന്തരം ഗുളിക എന്ന് പറയുന്ന സംഭവമുണ്ട്, അതിനകത്ത് കുട്ടിയാനയുടെ പിണ്ടവും മരപ്പട്ടിയുടെ ബീജവും ഉണ്ട്. ഇവന്മാർ എനിക്കെതിരെ കേസ് കൊടുത്തു. ഒരു ഹോമിയോപ്പതി പ്രാക്ടീഷണർ, ആള് ഈ BJP സെല്ലിൻ്റെ ഒക്കെ അംഗമാണ്. അതൊക്കെ വെച്ചിട്ടാണ് പുള്ളി FIR എഴുതിയേക്കുന്നത്. FIR ഒക്കെ പബ്ലിക്കലി അവൈലബിൾ ആണ്. ഈ ആദ്യമേ തന്നെ ഈ MBBS ഡോക്ടേഴ്സിനോട് പറയാനുള്ളത്, MBBS കഴിഞ്ഞിട്ട് MD ഉണ്ട്, DO ഉണ്ട്, അത് ചെയ്യാന്നുള്ളതാണ്. ഈ ഇൻസ്റ്റഗ്രാമിൽ പേജ് ഉണ്ടാക്കി വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാതെ. ഏതോ ഒരു ആയുർവേദ വിശ്വപരിഷത്തോ അവർ കുറേ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കി. ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് വരെ പോയിട്ടുണ്ട് കംപ്ലയിൻറ്റ്. ഇവന്മാർക്ക് കംപ്ലയിൻറ്റ് ഇടുന്നല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല. മുരളി തുമ്മാരിക്കുടി ഒരു പ്രസൻറ്റേഷനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആയുർവേദത്തിനകത്ത് എന്തൊക്കെയോ ഉണ്ട്, അല്ലെങ്കിൽ AI വന്നു കഴിയുമ്പോൾ ആയുർവേദം ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ് അതിനകത്ത് പറയാനുള്ളത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് സാമാന്യ കോമൺ സെൻസ്, സിമ്പിൾ കോമൺ സെൻസ് പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ചെയ്യുന്നതും. സ്വതന്ത്രമായി ചിന്തിക്കുവാൻ താങ്കൾ ധൈര്യപ്പെടുന്നുണ്ടോ? മാറ്റത്തിന് അവസരമൊരുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിലിതാ സ്വതന്ത്ര ചിന്താ കൂട്ടായ്മയായ എസൻസ് ഗ്ലോബൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്കും എസൻസ് ഗ്ലോബലിന്റെ ഭാഗമാകാം. കൂടാതെ എസൻസ് ഗ്ലോബൽ ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ചെയ്യുന്നത് വഴിയും നിങ്ങൾക്ക് എസൻസിൽ ജോയിൻ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ DGOD എന്ന് പറഞ്ഞ എറണാകുളത്തിൻ്റെ പരിപാടിയായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിന് ഞങ്ങൾ രണ്ടുപേരെയും ക്ഷണിച്ച എസൻസ് ഗ്ലോബലിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ നിങ്ങൾ ഒരുപക്ഷെ വായിച്ചു കാണും, മരുന്ന് മാഫിയ സ്പീക്കിംഗ് എന്നാണ്. അത് മരുന്ന് മാഫിയയെ പ്രതിനിധീകരിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പൊതുവേ ഈ ടൈറ്റിൽ ഞങ്ങൾ സ്വയം എടുത്ത് അണിഞ്ഞ ഒരു സാധനമല്ല. പൊതുവേ ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ കൊണ്ട് ആളുകൾ തന്നെ ഇങ്ങോട്ട് ചാർത്തി തരുന്ന ഒരു ടൈറ്റിലാണ് ഈ മരുന്ന് മാഫിയ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്നത് ഇതൊരു എന്താ പറയുക, ഒരു മിസ്നോമറാണ്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു പേരാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് ഞാൻ പറയാം. ഈ രണ്ട് വാക്കുകളാണ് അതിനകത്തുള്ളത്, മരുന്നും മാഫിയയും. എന്താണ് മരുന്ന്, എന്താണ് മാഫിയ എന്നുള്ളത്? മാഫിയ എല്ലാവർക്കും അറിയായിരിക്കും, വളരെ ഈവിളായിട്ടുള്ള ഒരു ഇല്ലീഗലായിട്ടുള്ള കുറേ ആക്ടിവിറ്റി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ മാഫിയ എന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ മരുന്ന് മാഫിയ എന്ന് വെച്ച് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പരിപാടി, അല്ലെങ്കിൽ ഒരു പരാതി. അപ്പോൾ എന്താണ് മരുന്ന് എന്ന് ഡോക്ടർ ആബിയോട് ചോദിച്ച് നമുക്ക് തുടങ്ങാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ഈ മരുന്നെന്ന് പറയുമ്പോൾ ഡ്രഗ് അല്ലെങ്കിൽ ഒരു മെഡിസിൻ എന്ന് പറയുന്നത് വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ആണ്. അതായത് ആ പർട്ടിക്കുലർ ഡ്രഗ് അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിന് ഒരു സ്പെസിഫിക് ആക്ഷൻ വേണം. ആ സ്പെസിഫിക് ആക്ഷൻ മൂലം ഒരു പർട്ടിക്കുലർ ഔട്ട്കം വേണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വേദന സംഹാരി എടുക്കുകയാണെങ്കിൽ ആ വേദന സംഹാരി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത് എവിടെ പോയി ആക്ട് ചെയ്യുന്നു, ഏത് റിസപ്റ്ററിൽ പോയി ആക്ട് ചെയ്യുന്നു, അതുമൂലം എന്തൊക്കെയാണ് അതിൻ്റെ ഡൗൺ സ്ട്രീം ഇഫക്റ്റ്, അതായത് ഏത് തരം പെയിനാണ് കുറയ്ക്കുന്നത്. ഇപ്പം നമുക്ക് പലതരത്തിലുള്ള പെയിൻസ് ഉണ്ട്. അപ്പം നോസിസെപ്റ്റീവ് പെയിൻ എന്നൊരു സംഭവമുണ്ട്, ന്യൂറോപ്പത്തിക് പെയിൻ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാർഗറ്റ്സും അതിൻ്റേതായിട്ടുള്ള മോളിക്യൂൾസും സബ്സ്റ്റൻസുമാണ്. അപ്പം നമ്മൾ മരുന്നിനെ ഡിഫൈൻ ചെയ്യുമ്പം അതിനൊരു നോൺ ഇഫക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ സൈഡ് എഫക്റ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ മരുന്നായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ബെനിഫിറ്റ് കണ്ടിട്ടാണ് യൂസ് ചെയ്യുന്നത്. എല്ലാത്തിനും റിസ്ക് ഉണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ വണ്ടി ഓടിച്ച് വന്നു, പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ എടുത്തു വന്നു, എപ്പോൾ വേണമെങ്കിലും ആക്സിഡൻറ്റ്സ് ഉണ്ടാകാനുള്ള റിസ്ക് എപ്പോഴും ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ വണ്ടി എടുത്ത് വരുന്നു എന്നുവെച്ചാൽ ബെനിഫിറ്റ് ഇസ് മോർ ദാൻ ദ റിസ്ക്. നമ്മൾ നമ്മുടെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കറക്റ്റായിട്ട് ഇവിടെ വണ്ടി ഓടിച്ചെത്തിയാൽ നമുക്ക് പ്രശ്നങ്ങളില്ല. അതുപോലെ തന്നെ ഈ മരുന്ന് കൊടുക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് അറിയാം, പക്ഷേ അതുപോലെ തന്നെ കോഷ്യസ് ആയിട്ട് സൈഡ് എഫക്റ്റ് അറിഞ്ഞ് നമുക്ക് ബെനിഫിറ്റ്സ് കൂട്ടിക്കൊടുക്കാവുന്ന തരം ഒരു കോമ്പൗണ്ട് നമ്മൾ ഈ ഡ്രഗ് അല്ലെങ്കിൽ മെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ക്ലിയർ ആണ്. അപ്പോൾ ഈ നമ്മൾ പൊതുവെ എതിർക്കുന്ന ഈ ഇതര വൈദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ആയുർവേദ, സിദ്ധ, യുനാനി, ഹോമിയോ, യോഗ, യു നെയിം ഇറ്റ്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ മരുന്നുണ്ടോ? ഇത് മരുന്നാണെന്ന് അവർ പറയുന്നു, പക്ഷേ നമ്മൾ ശരിക്കും അതിൻ്റെ ഒരു ബൈ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ ഇതൊന്നും മരുന്നുകളല്ല. ഇപ്പോൾ നമ്മൾ ആയുർവേദിക് മെഡിസിൻസ് എന്ന് പറയുന്നു. ഇപ്പം നമ്മൾ പുറത്തുനിന്ന് ഒന്ന് കൊച്ചി കൂടെ സിറ്റി കൂടെ ഓടിച്ച് നോക്കിയാൽ കാണാം, ആയുർവേദിക് മെഡിസിൻസ് അവൈലബിൾ ഹിയർ, ഇംഗ്ലീഷ് മെഡിസിൻസ് ഓൾസോ അവൈലബിൾ എഴുതി കാണാം. ആദ്യം തന്നെ ഇംഗ്ലീഷ് മെഡിസിൻ ഒരു സംഭവം ഇല്ല. അങ്ങനെയാണല്ലോ കന്നഡ മെഡിസിനും തമിഴ് മെഡിസിനും മലയാളം മെഡിസിനൊക്കെ വേണം. പക്ഷെ അങ്ങനെ സംഭവമില്ല. പക്ഷേ ഈ മെഡിസിൻ എന്ന് പറയുന്ന യൂസ് തന്നെ
തെറ്റിദ്ധാരണയാണ്. ഈ ശരിക്കും ഇത് സപ്ലിമെൻറ്റ്സ് ആണ്, ഒരു ഡയറ്ററി സപ്ലിമെൻ്റ് അല്ലെങ്കിൽ ഒരു ഹെർബൽ സപ്ലിമെൻ്റ് എന്ന് പറയാം. അതായത് ഇത് ചില കാര്യങ്ങൾ ചെയ്യും എന്ന് ഇത് എഴുതി കൊടുക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾക്കാർ ക്ലെയിം ചെയ്യുന്നു. പക്ഷേ ആ ക്ലെയിംസിന് എവിഡൻസോ ഞാൻ ഈ പറഞ്ഞ മാതിരി ടാർഗറ്റ്സോ ഇഫക്ട്സോ സൈഡ് ഇഫക്ട്സോ ബെനിഫിറ്റ്സോ ഒന്നും നമുക്ക് അറിയുന്നില്ല. അപ്പോൾ ശരിക്കും ആയുർവേദിക് മെഡിസിൻസ് എന്ന് പറയുന്ന അല്ലെ ഹോമിയോപ്പത്തിക് മെഡിസിൻ, ഇവരെ ഹോമിയോപ്പത്തിക് റെമഡി എന്നും പറയും, ഇതിനൊന്നും ശരിക്കും ആക്ച്വൽ മീനിങ് ഇല്ല. എൻ്റെ ഒരു ഇതനുസരിച്ച് ആയുർവേദിക് പ്രാക്ടീഷണർ എന്ന് പറയണം, ആയുർവേദിക് ഡോക്ടർ അല്ല. ആയുർവേദിക് സപ്ലിമെൻ്റ് എന്ന് പറയണം, ആയുർവേദിക് മെഡിസിൻ അല്ല. സപ്ലിമെൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഡോക്ടർ അബിയുടെ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോട്ടീനുകളെ കുറിച്ചിട്ട്, പ്രോട്ടീൻ സപ്ലിമെൻസിനെ കുറിച്ചിട്ട് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തിയത്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 32ഓളം പ്രോട്ടീനുകളെ പറ്റി, 36ഓളം. അതിൽ വളരെയധികം ക്വാളിറ്റി നിലവാരം ഇല്ലാത്തതാണെന്ന് കണ്ടത്. അപ്പോൾ ഈ എല്ലാവരും പറയും ഈ ആയുർവേദിക് സപ്ലിമെൻസിന് അല്ലെങ്കിൽ അശ്വഗന്ധ സപ്ലിമെൻറ്റ്സ്, ഇപ്പോൾ ജിമ്മിൽ പോകുന്നവരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണല്ലോ ഈ അശ്വഗന്ധ സപ്ലിമെൻറ്റ്സ് എടുക്കാമോ എന്ന്. അപ്പോൾ അതല്ലാതെ പ്രോട്ടീൻ കഴിച്ചാൽ ഗുണകരമാണെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടവർ കഴിച്ചുകൊണ്ടിരുന്ന ക്വാളിറ്റി കുറഞ്ഞ പ്രോട്ടീനുകളെ അല്ലെങ്കിൽ മരുന്ന് മാഫിയക്കെതിരെയും നമ്മൾ സംസാരിക്കാറുണ്ട് എന്നുള്ളത് പറയുന്നത് ശരിയല്ലേ? നിശ്ചയമായി. അതായത് ഇപ്പം ഞാൻ പൊതുജനത്തിന് വേണ്ടി ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ഹെർബൽ ആൻഡ് ഡയറ്ററി സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്, ട്രഡീഷണൽ മെഡിസിൻസ് എന്ന് പറഞ്ഞ വേറൊരു ഏരിയ ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഈ ഹെർബൽ ആൻഡ് ഡയറ്ററി സപ്ലിമെൻറ്റ്സിനകത്ത് തന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആണ് നമ്മൾ ഈ പറയുന്ന മൾട്ടിവിറ്റമിൻസ്, പ്രോബയോട്ടിക്സ്. ഇതിനൊന്നും മെഡിക്കലി റെക്കമെൻഡഡ് യൂസസ് ഇല്ല, പക്ഷേ ഇതൊക്കെ സൈഡിൽ കൂടെ യൂസ് ചെയ്യുന്നതാണ് ആൾക്കാർ. അപ്പോൾ ഇതിനെ പറ്റിയും നമ്മൾ പറയുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ശരിക്കും ചോദിച്ചാൽ ഈ മരുന്ന് മാഫിയ എന്ന് പറയുന്നത് മരുന്ന് അല്ലാതെ പക്ഷെ മരുന്നാന്ന് ക്ലെയിം ചെയ്ത് വിൽക്കുന്ന ആൾക്കാരാണ് ശരിക്കുള്ള മരുന്ന് മാഫിയ. അപ്പം അതിനകത്ത് ഈ ആയുഷിൽ പെടുന്ന എല്ലാവരും വരും. ആയുർവേദിക് സപ്ലിമെൻറ്റ്സും ഹോമിയോപ്പതിക് സപ്ലിമെൻറ്റ്സും ഇതിനകത്തൊന്നും ശരിക്കും എവിഡൻസ് ഇല്ലല്ലോ. ഇത് കൂടുതലും ബിലീഫ്, ഫെയ്ത്ത്, അല്ലെ പണ്ടങ്ങാണ്ട് എഴുതിയേക്കുന്നു, പണ്ടങ്ങാണ്ട് ആരോ യൂസ് ചെയ്തു, അല്ലെ എൻ്റെ മുത്തശ്ശൻ യൂസ് ചെയ്തു, അദ്ദേഹത്തിന് മഞ്ഞപ്പിത്തം മാറി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മരുന്ന് മാഫിയ എന്ന് പറയുന്നത് മോഡേൺ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സോ അവരുടെ ഇൻഡസ്ട്രി അല്ല, ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഇൻഡസ്ട്രി തന്നെയാണ് മരുന്ന് മാഫിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഇതര വൈദ്യത്തെപ്പറ്റി മാത്രമല്ല ഈ നിലവാരമില്ലാത്ത മരുന്നുകൾ അല്ലെ ഇഫക്റ്റീവ് അല്ലാത്ത മരുന്നുകൾ പറയുന്നത്. നമ്മൾ പറയുന്നത് നമ്മുടെ തന്നെ പ്രാക്ടീസിലുള്ള ഇപ്പോൾ ഈ പറയുന്ന മൾട്ടിവിറ്റമിൻ യൂസ് അല്ലെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് യൂസ്, ഇതിനകത്തും ഈ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പലതരത്തിൽ ഉള്ള പ്രോട്ടീൻസ്, നമ്മളൊരു സിറ്റിസൺസ് പ്രോട്ടീൻ പ്രോജക്റ്റ് എന്ന് പറയുന്ന സംഭവമായിരുന്നു. അതായത് ഒരു എൻ്റർപ്രനർ നമ്മളെ ട്വിറ്ററിൽ കോൺടാക്ട് ചെയ്ത് അദ്ദേഹം ഫണ്ട് ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ നടത്തിയ ഒരു സ്റ്റഡിയാണത്. നല്ലൊരു FSSAI തന്നെ അപ്രൂവ് ചെയ്തൊരു ലാബ് നടത്തിയ ഒരു സ്റ്റഡിയാണ്. അതിനകത്ത് 36 തരം പ്രോട്ടീൻസ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിനകത്ത് കണ്ടത് മിസ്ലേബലിംഗ് എന്ന് പറയും. അതായത് ഇവർ പറയും ഒരു സ്കൂപ്പ് പ്രോട്ടീനിൽ ഈ സപ്ലിമെൻറ്റിൽ 25 ഗ്രാം പ്രോട്ടീൻ ഉണ്ടെന്ന് പറയും. പക്ഷേ നമ്മളത് ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് 5 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ അത് മിസ്ലേബലിംഗ് എന്ന് പറയും. ഏകദേശം 70% സപ്ലിമെൻറ്റ്സ്, പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളത് മിസ്ലേബിൾഡ് ആണ്, ആൾക്കാരെ പറ്റിക്കുന്നതാണ്. അതൊക്കെയാണ് ശരിക്കും ഈ മാഫിയ എന്ന് പറയുന്നത്. അല്ലാതെ ഈ ഡോക്ടർമാർ എഴുതി കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്സും പെയിൻ കില്ലേഴ്സും ഇപ്പം ക്യാൻസർ രോഗികൾക്ക് എഴുതി കൊടുക്കുന്ന കീമോതെറപ്പി ഏജൻസും ഇമ്മ്യൂണോതെറപ്പി, ഇതൊന്നും മരുന്ന് മാഫിയ പെടുന്നില്ല. ഇതൊക്കെ ശരിക്കും ബെനിഫിറ്റ്സ് കണ്ടറിഞ്ഞ് നമ്മൾ കൊടുക്കുന്ന എത്തിക്കൽ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള കമ്പോണൻസ് ആണ്. പ്രത്യേകിച്ച് ഈ ഹെൽത്ത് ക്ലബ്ബ് അതുപോലെയുള്ളവരൊക്കെ പോകുന്നവർ, അവിടെയുള്ള എല്ലാ ജിമ്മിൽ വരുന്നവരും ജിമ്മിലെ എന്താ പറയുക ആളുകളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് അഡ്വൈസ് കൊടുക്കുന്നവരാണ്, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് തന്നെ പറയാം. ഇല്ലെങ്കിൽ ജിമ്മിൽ വരുന്നവർ തന്നെ കുറേ എന്താ പറയുക ഹെൽത്ത് ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ കണ്ടിട്ട് അവർ തന്നെ സ്വയം റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ചോദിക്കാനുള്ളൊരു കാര്യം, പലരും അഡ്വൈസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ വൈറ്റമിൻ D അല്ലെങ്കിൽ വൈറ്റമിൻ D3 എടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ വൈറ്റമിൻ Dയെ പറ്റിയുള്ള ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മെഡിക്കൽ പ്രാക്ടീസ്, ഞാൻ പറയുന്നത് മോഡേൺ മെഡിക്കൽ പ്രാക്ടീസിൽ ഏറ്റവും കൂടുതൽ അനാവശ്യമായി ടെസ്റ്റിങ്ങും ബിസിനസ്സും നടത്തുന്ന ഒരു സംഭവമാണ് വൈറ്റമിൻ D. ഇപ്പോൾ വളരെ ക്ലിയർ ആണ്. ഇപ്പം എൻഡോക്രൈൻ സൊസൈറ്റിയുടെ ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ് വന്നിട്ടുണ്ട്. ആർക്കൊക്കെ വൈറ്റമിൻ D ടെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കണം. 4 ഗ്രൂപ്പേ അത് ഉൾപ്പെടുന്നുള്ളൂ. ഒന്ന് ചിൽഡ്രൻ, അതായത് അപ് ടു ദ ഏജ് ഓഫ് 18, അവർക്ക് വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യണം. അപ് ടു ദ ഏജ് ഓഫ് 18, 18 വയസ്സ് വരെ സപ്ലിമെൻറ്റ് ചെയ്യണം. 2, പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അവർക്ക് പ്രീ എക്ലാംസിയ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ഈ പെട്ടെന്ന് പ്രഷറൊക്കെ കൂടുന്നൊരു സംഭവമുണ്ട്, ഒരു കോംപ്ലിക്കേഷൻ ഓഫ് പ്രഗ്നൻസിയാണത്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വൈറ്റമിൻ D നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറയുന്നു. 3, 75 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും, എബവ് ഏജ് ഓഫ് 75 ആണ് നമ്മൾ വൈറ്റമിൻ D സപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പിന്നെ പിള്ളേരിൽ
ഈ ഇൻഫെക്ഷൻസ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് വരുന്ന പിള്ളേരിൽ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ അവർക്ക് നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഈ 4 ഗ്രൂപ്പേ പെടുന്നുള്ളൂ. പക്ഷേ ഇതല്ലാതെ വേറെ ഒരു ഗ്രൂപ്പും ഒരു ഏജ് ഗ്രൂപ്പിലും വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാനും പാടില്ല, വൈറ്റമിൻ ഡി കൊടുക്കാനും പാടില്ലെന്നാണ്. ഇത് നിയമമാണ്, ഇത് ഗൈഡ് ലൈൻ ബേസ്ഡ് റെക്കമെൻഡേഷൻ ആണ്, ബൈ സയൻസ് സൊസൈറ്റീസാണ്. പക്ഷേ ഇവിടെ എല്ലാവരും ആദ്യമേ ചെയ്യുന്നത് ഹോൾ ബോഡി ചെക്കപ്പ്. ലോകത്തൊരു ഏറ്റവും വലിയ തട്ടിപ്പുണ്ടെങ്കിൽ അത് ഹോൾ ബോഡി ചെക്കപ്പാണ്. ഹോൾ ബോഡി ചെക്കപ്പിനകത്ത് അവർ നോക്കാത്ത കാര്യമൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഒരു ഹോൾ ബോഡി ചെക്കപ്പാണ്, തിരുവനന്തപുരത്ത് ചെയ്തതാണ്, ഒരു ഹോസ്പിറ്റലിൽ വേറെ ഒന്നും പറയുന്നില്ല, പക്ഷേ ഒരു ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്തിട്ട് അതിനകത്ത് അവർ അദ്ദേഹത്തിൻ്റെ ഹോർമോൺ മുതൽ അദ്ദേഹത്തിൻ്റെ ബ്ലഡിനകത്ത് യൂറിനകത്തുള്ള ഹെവി മെറ്റൽ വരെ നോക്കിയിട്ടുണ്ട്. എൻ്റെ ചോദ്യം എന്തിന്? അപ്പോൾ അതിനകത്ത് എല്ലാം നമ്മളിപ്പോൾ ഒരു 100,000 ടെസ്റ്റ് ചെയ്ത് അതിനകത്ത് 2-3 ടെസ്റ്റ് അവിടെ ഇവിടെ വയ്ക്കാം. നമ്മളൊന്നും പെർഫെക്റ്റ് ഹ്യൂമൻസോ റോബോട്ട്സോ ആൻഡ്രോയിഡ്സോ ഒന്നുമല്ല, നമുക്ക് പ്രശ്നങ്ങൾ കാണും, നമ്മുടെ ബോഡിയൊന്നും പെർഫെക്റ്റ് അല്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കുറേ മരുന്നും എഴുതി കൊടുത്തേക്കാണ്, ഗട്ട് ഹെൽത്ത്, ലിവർ ഹെൽത്ത്, സ്കിൻ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലാർജ് പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ബേസിക്കലി കുഴപ്പമൊന്നുമില്ല, ഒരു അപ്പാരൻ്റ്ലി ഹെൽത്തി മാനാണ്. പക്ഷേ ഇതൊക്കെ ചെയ്ത് മരുന്നുകൾ എഴുതി കൊടുത്തേക്കാണ്. അതിനകത്ത് വൈറ്റമിൻ ഡി ഉണ്ട്, അതുകൊണ്ട് ആൾ നല്ല ഡോസിൽ വൈറ്റമിൻ ഡി കഴിക്കുന്നുണ്ട്. എല്ലാ മരുന്നും നിർത്തി കൊടുത്താണ് തിരിച്ചാൻ തിരുവനന്തപുരത്തോട്ട് ആൾ പറഞ്ഞു വിട്ടേക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ അനാവശ്യമായ ടെസ്റ്റുകളും അനാവശ്യമായ സപ്ലിമെൻറ്റേഷൻ മോഡേൺ മെഡിസിൻ പ്രാക്ടീസിലും ഉണ്ട്. അത് ഞാൻ മരുന്ന് മാഫിയായിട്ട് കണക്കാക്കുന്നില്ല, ഞാനത് ഒരു ഇഗ്നറൻസ് ആയിട്ടാണ്. അതായത് ഡോക്ടർമാർക്ക് തന്നെ വിവരക്കേട് കൊണ്ട് ചെയ്യുന്നതാണ്. അവർ ഗൈഡ് ലൈൻസോ പുതിയ പുതിയ കാര്യങ്ങളൊന്നും കണ്ട് പഠിച്ച് അതുപോലെ അവരുടെ പ്രാക്ടീസ് ചേഞ്ച് ചെയ്യുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചോദിക്കാം. കാര്യം ഈ അപ്ഡേറ്റ് ചെയ്യുക സയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഡോക്ടർ കണ്ടതാണ്, നമ്മളൊരു ആയുർവേദ ഡിബേറ്റ് നടത്തിയതിനകത്ത് തന്നെ പണ്ട് 68-ലെങ്ങാണ്ട് ഇറങ്ങിയ ഒരു ടെക്സ്റ്റുമായിട്ടാണ് ഒരു ആയുർവേദ ഡോക്ടർ വന്നത്. ഈ മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് ജേർണൽസ് വായിക്കുകയും അവർ പഠിച്ചതിനെ അപ്ഡേറ്റ് ചെയ്യുകയും സയൻസിൻ്റെ അപ്പോൾ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ ഏറ്റവും കട്ടിങ് എഡ്ജ് ആയിട്ടുള്ള ടെക്നോളജി ആ ഏരിയയിൽ തന്നെ നിൽക്കേണ്ടതല്ലേ? ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ? ഒരു നമ്മൾ പറഞ്ഞ വേർഡ് ഇൻ എ ബെറ്റർ വേൾഡ് എന്നാണ്. അതായത് ശരിയായ ഒരു റിയലിസ്റ്റിക് ഒരു ക്ലിനിക്കൽ സെനാറിയോയിലാണെങ്കിൽ എല്ലാ ഡോക്ടർമാരും അവരവർ ചെയ്യുന്ന പ്രാക്ടീസിൽ അറ്റ്ലീസ്റ്റ് അവർ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇപ്പം ഞാനിപ്പോൾ ലിവർ ഡിസീസ് സ്പെഷ്യലിസ്റ്റാണ്, അറ്റ്ലീസ്റ്റ് ലിവർ ഡിസീസ് സ്പെഷ്യലിസ്റ്റ് അവരുടെ ഹെപ്പറ്റോളജി എന്നുള്ള അതിനകത്തുള്ള എല്ലാ അപ്ഡേറ്റ്സും അറിഞ്ഞിരിക്കണം എന്നുള്ളത് അത് ഡോക്ടറിന് വേണ്ടിയല്ല, പേഷ്യൻസിന് വേണ്ടിയാണ്. പേഷ്യൻസിനെ കൂടുതൽ നമുക്ക് ബെറ്ററായിട്ട് സെർവ് ചെയ്യാനും സേവിക്കാനും അത് ഹെൽപ്പ് ചെയ്യും. അനാവശ്യമായ കാര്യങ്ങൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ആവശ്യമുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും ഇക്കാലത്തെ ഡോക്ടേഴ്സൊക്കെ, ഞാനിപ്പോൾ ഡോക്ടർമാരെ കുറ്റം പറയുന്നതല്ല, എന്നു വെച്ചാൽ എല്ലാവരുടെയും പ്രാക്ടീസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ചിലവരൊക്കെ കാണുന്ന നമ്പർ ഓഫ് പേഷ്യൻസ് ഭയങ്കര ഹെവിയാണ്, ഹൈ ലോഡ് ഓഫ് ബേർഡൻ ഓഫ് പേഷ്യൻസ് ഉണ്ട് എല്ലാവർക്കും, എല്ലാ ഹോസ്പിറ്റലിലും. ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ അവർക്ക് ചായ കുടിക്കാനോ ഭക്ഷണം കഴിക്കാൻ പോലും ടൈം കിട്ടുന്നില്ല. ഇപ്പം ഞാൻ തന്നെ പല വർഷങ്ങളായിട്ട് ഞാൻ ലഞ്ച് സ്കിപ്പ് ചെയ്താണ് പേഷ്യൻസിനെ കണ്ടുവരുന്നത്. ആ പരിപാടി ഞാൻ നിർത്തി കേട്ടോ. നമ്മളെ തന്നെ നോക്കണമെന്നും കൂടെ കാര്യം മനസ്സിലായി. അപ്പോൾ അതുപോലെ വർക്ക് ചെയ്തിരിക്കുന്ന ഡോക്ടറിന് ഇതൊക്കെ ചെയ്യാൻ പാടാണ്. പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടിന്യൂഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ CME എന്ന് പറയുന്ന മെഡിക്കൽ എഡ്യൂക്കേഷൻ സെമിനാഴ്സൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പം ഒരു വർഷം നടക്കുന്ന എല്ലാ കാര്യവും പ്രോപ്പറായിട്ട് ഓരോ സെമിനാഴ്സിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നു. മെഡിക്കൽ കോൺഫറൻസസ് അതിന് വേണ്ടിയുള്ളതാണ്. പക്ഷേ ഈ മെഡിക്കൽ കോൺഫറൻസിൻ്റെ തന്നെ ക്വാളിറ്റി ഇവിടെ വളരെ പൂറാണ്. കൂടുതൽ ആൾക്കാരും മെഡിക്കൽ കോൺഫറൻസിൽ പോകുന്നത് വെള്ളം അടിക്കാനാണ്. നമ്മളിവിടെ ഇന്ത്യയിലെ ഒരു സംഭവം അങ്ങനെയാണ്, ഒരു ഭയങ്കര മേളമാണത് മെഡിക്കൽ കോൺഫറൻസ് പറഞ്ഞാലും. ഇപ്പം ഞാനിപ്പം ഇന്ത്യയിലെയും കേരളത്തിലെയും അല്ലാതെ ഇന്ത്യയുടെ പുറത്തുള്ള പല കോൺഫറൻസസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പുറത്തൊക്കെ നടത്തുന്ന കോൺഫറൻസസിൻ്റെയൊക്കെ ലെവൽ ഓഫ് ക്വാളിറ്റി, സയൻറ്റിഫിക് കണ്ടൻറ്റൊക്കെ വേറെ ലെവലാണ്. നമുക്കതൊന്നും ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ പോയിട്ടുള്ള ഒരു കോൺഫറൻസിൽ അവർ ഇതുവരെ വൈനോ ആൽക്കഹോളോ ഒന്നും ആർക്കും വിളമ്പിയിട്ടില്ല, പക്ഷേ എല്ലാ റൂമും ഫുള്ളാണ്. അത്രയ്ക്ക് നല്ല കണ്ടൻറ്റും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പല ഡോക്ടർമാരും കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഗുഡീസ്, അവരൊരു ഗുഡി ബാഗ് കാണും, അത് എടുത്ത് ഇങ്ങനെ നടക്കും. ഈ ഫാർമ കമ്പനീസിൻ്റെ ഓരോ റൂമിൽ കയറി ഗുഡി ബാഗ്സ് എടുത്ത് നടന്ന് സാധനങ്ങളൊക്കെ എടുത്ത് നടന്ന് ഈവനിങ്ങിൽ ഒരു ബാൻക്വറ്റ് പാർട്ടി കാണും. അതൊക്കെ കൂടിയ നടക്കുന്നതാണ് ഇവിടുത്തെ മെഡിക്കൽ എഡ്യൂക്കേഷൻ. അപ്പം ഇത് ഞാൻ സിമ്പിളായിട്ട് എല്ലാ ഡോക്ടർമാരും സയൻറ്റിഫിക്കലി അപ്ഡേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിൽ എന്താണ് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളതും എസ്പെഷ്യലി പേഷ്യൻസിന് വേണ്ടി ഇത് ചെയ്താൽ ഗുണകരമാണെന്നും മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. റൂട്ട് ലെവലിൽ തന്നെ പല ഇഷ്യൂസാണ്. അപ്പം എനിക്ക് അറിയില്ല അതെങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഐ ഹോപ്പ് ഫ്യൂച്ചറിലോട്ട് കുറേ കൂടെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവും എന്നുള്ളത്. വളരെ കാലമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബാഡ് സയൻസിനെ കുറിച്ചിട്ടാണ്. അതായത് ആയുർവേദ അല്ലെങ്കിൽ ഹോമിയോ അല്ലെങ്കിൽ യുനാനി അതുപോലെയുള്ള ഇതര വൈദ്യങ്ങളെ കുറിച്ചിട്ട്. ഇപ്പോൾ ബാഡ് പ്രാക്ടീസിനെ കുറിച്ചിട്ട് ഡോക്ടർ സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഞാനൊരു ഗുഡ് പ്രാക്ടീസിൻ്റെ ഒരു എക്സാമ്പിളും കൂടി ഒന്ന് ഡോക്ടറുടെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടുണ്ട്. കാര്യം പൊതുവെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ് ഈ കരൾ ശസ്ത്രക്രിയ അല്ലെങ്കിൽ കരൾ മാറ്റിവെക്കൽ പ്രക്രിയ എന്നൊക്കെ പറയുമ്പോൾ പേപ്പറൊക്കെ പറയുന്നത് 40 ലക്ഷം 50 ലക്ഷം രൂപ
ചിലവ് വരുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാൻ വളരെ റീസെൻ്റ് ആയിട്ടാണ് അറിഞ്ഞത്, ഡോക്ടർ ഇനീഷ്യേറ്റീവ് എടുത്ത ആന്ധ്രയിൽ നിന്ന് വന്ന ഒരു പേഷ്യൻറ്റിന് ഒരു പൈസ പോലും ഈടാക്കാതെ കരൾ ശസ്ത്രക്രിയയ്ക്ക് ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ മാത്രമല്ല വളരെ ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടിയാണെന്ന് ഇന്നിപ്പോൾ നമ്മുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. എന്താണ് അതിനെപ്പറ്റി പറയാറുള്ളത്? എനിക്ക് തോന്നുന്നു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഏറ്റവും കൂടുതൽ കോൺസ്പിറസീസ് ഉള്ളൊരു ടോപ്പിക്കാണ്. ഞാൻ തന്നെ അതിൻ്റെ ഒരു ഐ ഓഫ് ദ സ്റ്റോമിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അതായത് ഇപ്പം നോക്കുവാണെങ്കിൽ റീസെൻ്റായിട്ട് ഇപ്പം നമ്മുടെ കേരളത്തിൽ നേരത്തെ ഇപ്പം ലിവറിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ സംസാരിക്കുവാണെങ്കിൽ ഒരു 10-12 കൊല്ലം മുമ്പ് നമ്മൾ കേരളത്തിലെ ഡിസീസ് ഡോണർ പ്രോഗ്രാം, ഇപ്പോൾ ഡൊണേഷൻ 2 തരത്തിൽ വരാമല്ലോ. ഒന്ന് ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് വോളണ്ടറി ഹോൾ ഓർഗൻ ഡൊണേഷൻ വരും, ഫുൾ ഓർഗൻ കിട്ടും. അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ലിവറിൻ്റെ ഒരു ഭാഗം ദാനം ചെയ്യാണ്. അതാണ് ലിവിങ് റിലേറ്റഡ് ഡോണർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 2 സർജറീസ് വരുന്നുണ്ട്. ഒരു ഡോണറിൻ്റെ ലിവിങ് ഡോണറിൻ്റെയും പേഷ്യൻറ്റിൻ്റെയും. മറ്റേടത്ത് ഒരു സിംഗിൾ സർജറിയേ ഉള്ളൂ, ബിക്കോസ് ഒരാൾ ബ്രെയിൻ ഡെഡ് ഡോണറാണ്. അപ്പോൾ അവിടെയാണ് ശരിക്കും ചിലവ് കുറഞ്ഞു വരുന്നത്. ഈ ലിവിങ് ഡൊണേഷനിൽ ചിലവ് കൂടും, ബിക്കോസ് ഡബിൾ സർജറിയാണ്, ഹോസ്പിറ്റലൈസേഷനും കൂടുതലാണ്. അപ്പം നമ്മൾ ശരിക്കും പ്രോപ്പറായിട്ട് നോക്കുവാണെങ്കിൽ ഒരു 12 years ബാക്കൊക്കെ ഡിസീസ് ഡോണർ പ്രോഗ്രാംസ് എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആയിരുന്നു. സ്പെയിനിൻ്റെ അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ജോസഫ് എന്ന് പറഞ്ഞൊരു പടം വന്നത്. അതോടെ തീർന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വിവരമില്ലാത്ത ചില വ്യക്തികൾ, ഈ ഒരു ഗണപതി എന്ന് പറഞ്ഞ റിട്ടയർ ആയിട്ടുള്ളൊരു വ്യക്തി, ആൾ വന്നിട്ട് പറഞ്ഞു ഡോക്ടർമാർ ഇപ്പോൾ ലേക്ക് ഷോറിൻ്റെ, ഇപ്പം എനിക്കിതിനറിയാം, ഞാൻ ലേക്ക് ഷോർ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ഞാനും ആ റാക്കറ്റിലുണ്ടായിരുന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ലേക്ക് ഷോറിലൊക്കെ കൊന്നെടുത്ത്, ലേക്ക് ഷോർ മാത്രമല്ല പല ഹോസ്പിറ്റൽ ആസ്റ്ററും അതിനകത്ത് വിട്ടിരുന്നു, ഇതൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ള ന്യൂസാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഓർഗൻസ് എടുക്കുകയെന്നൊക്കെ, അതൊരു മൂവി സ്റ്റൈൽ. ഇതൊക്കെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ്. ആരും ഇതുവരെ അങ്ങനെ ശിക്ഷിച്ചിട്ടുമില്ല. ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ട് തെളിവുകളുമില്ല. അത് വന്നതോടെ നമ്മുടെ ഇവിടുത്തെ രോഗികൾ ഇപ്പോൾ സഫർ ചെയ്യാണ്. ഇപ്പം എൻ്റെ പ്രാക്ടീസിൽ തന്നെ എനിക്ക് ഏകദേശം എവറി മന്ത് ഞാൻ ട്രാൻസ്പ്ലാന്റേഷന് റെഫർ ചെയ്ത് വിടുന്നത് ഏകദേശം 38ഓളം പേഷ്യൻസാണ് പെർ മന്ത്. എൻ്റെ യൂണിറ്റിൽ നിന്ന് മാത്രമാണ്. നിങ്ങൾ ആലോചിക്കണം എത്ര ഹോസ്പിറ്റൽസ് കേരളത്തിലുണ്ടെന്ന്, എത്ര ലിവർ ഡിപ്പാർട്ട്മെൻറ്റ്സ് കേരളത്തിലുണ്ടെന്ന്. അവിടുന്ന് നമുക്ക് ഇപ്പോൾ ഡിസീസ് ഡൊണേഷൻ വരുന്നില്ല. എന്നുവെച്ചാൽ ഇവരുടെ വിചാരം എല്ലാം കോൺസ്പിറസിയാണ്. അപ്പോൾ ആൾക്കാർ ഡൊണേറ്റ് ചെയ്യുന്നില്ല, ഡൊണേഷൻ്റെ നമ്പേഴ്സ് കുറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ലിവിങ് ഡോണർ പൂളാണ് ഇപ്പം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം ആരെങ്കിലും മുന്നോട്ട് വരണം ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഇല്ലാത്ത വ്യക്തികളിൽ അവർ ലിസ്റ്റിങ്ങിൽ നിന്ന് മരണപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ഈ 38 പേഷ്യൻസിനെ വിട്ടാലും നമുക്ക് അതിനകത്തൊന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് 8-10 ഉള്ളൂ. അവർക്കേ ഉള്ളൂ ഈ പൈസയും ഈ നമ്മുടെ ലിവിങ് ഡോണേഴ്സ്, ബ്ലഡ് മാച്ച് ഡോണേഴ്സൊക്കെ അവർക്കേ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ പേഷ്യൻസ് തന്നെ നമ്മൾ വളരെ ഏർലി ആയിട്ടാണ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യിപ്പിക്കുന്നതും പറയുന്നതും അഡ്വൈസ് ചെയ്യുന്നതും. ഈ 40 ലക്ഷമൊക്കെ എവിടെ നിന്നാണെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 10 കൊല്ലമായിട്ട് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഫിസിഷ്യനാണ്. ഞാനൊക്കെ മാക്സിമം എൻ്റെ ഒരു പേഷ്യൻറ്റിനൊക്കെ ചിലവാക്കിയേക്കുന്നത് അപ് ടു 25 lakhs ആണ്. അതും ഏറ്റവും സിക്കസ്റ്റ് ആയിട്ടുള്ള പേഷ്യൻസാണ്. ഇപ്പം ഭയങ്കര നമ്മളങ്ങ് അസുഖം മൂർച്ഛിച്ച് അങ്ങ് അറ്റത്ത് കൊണ്ടേ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ അവരുടെ ഹോസ്പിറ്റലൈസേഷൻ എന്തായാലും പ്രൊലോങ്ഡ് ആയിരിക്കും, ലോങ് ആയിരിക്കും. പല കോംപ്ലിക്കേഷൻസും സെറ്റിലാക്കിയിട്ടാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പല കോംപ്ലിക്കേഷൻസ് നമുക്ക് നേരിടേണ്ടി വരും അത്രയ്ക്ക് സിക്ക് പേഷ്യൻസിൽ. അങ്ങനെയാണ് ഈ ചിലവ് കൂടുന്നത്. പക്ഷേ അല്ലാതെ ഒരു ആവറേജ് ഞങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഏകദേശം ലെസ് ദാൻ 20 lakhsലാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു പേഷ്യൻറ്റ് ആന്ധ്രാപ്രദേശിൽ നിന്ന്, അവിടെ ഭയങ്കര സ്റ്റോറിയാണത്, അത് പബ്ലിഷ്ഡുമാണ്. അദ്ദേഹത്തിൻ്റെ നാഡി പരീക്ഷ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നാഡി പരീക്ഷ എനിക്കന്ന് എല്ലാവരും കേട്ട് കാണും. പൾസ് ഡയഗ്നോസിസ് അങ്ങനെ സംഭവം ഇല്ല കേട്ടോ, അതൊക്കെ ചുമ്മാ ഉടായ്പാണ്. ഈ പൾസ് നോക്കിയിട്ട് എല്ലാവരുടെയും അസുഖം പറയുന്നൊരു സംഭവം. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് എപ്പോഴും ആങ്സൈറ്റി അറ്റാക്സ് ആണ്. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു ട്രഡീഷണൽ മെഡിസിൻ ഹീലറിൻ്റെ അടുത്ത് പോയി. ആൾ പൾസ് നോക്കിയിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന് ഹാർട്ടിൽ എന്തോ മേജർ ഇഷ്യൂ ഉണ്ട്, അപ്പോൾ അതിനുവേണ്ടി ഇന്ന മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞ് കുറേ കൂട്ടങ്ങൾ കൊടുത്തു, ഈ പച്ചമരുന്ന്. അപ്പോൾ ഈ ട്രഡീഷണൽ മെഡിസിൻ ഹീലർ, അതായത് ഇവിടുത്തെ പരമ്പരാഗത വൈദ്യന്മാരാണ്, ആയുർവേദം അല്ലത്, പരമ്പരാഗത വൈദ്യമാണ്. മരുന്ന് കൊടുത്തു. അതിൽ ഇദ്ദേഹം കൊടുത്ത ഒരു ചെടിയാണ് ക്രോട്ടലേറിയ സ്പീഷീസ് എന്ന് പറയും. ക്രോട്ടലേറിയ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടമുള്ള കിലികിലിക്കി എന്ന് പറഞ്ഞൊരു ചെടിയൊക്കെ അതിനകത്ത് വിടുന്നതാണ്. അപ്പോൾ അതൊക്കെ അരച്ചു കൊടുത്തു. അതിനകത്ത് പൈറസോലഡീൻ ആൽക്കലോയിഡ് എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ട്. അത് ഭയങ്കര ലിവർ ടോക്സിക് ആണ്. ലിവറിനകത്തുള്ള ചെറിയ രക്തക്കൊല്ലയൊക്കെ നശിപ്പിക്കും അത്. അപ്പോൾ വീനോ ഒക്ലൂസീവ് ഡിസീസ് എന്ന് പറഞ്ഞാൽ VOD എന്ന് പറഞ്ഞാൽ മാരകമായൊരു ലിവർ ഇഞ്ചുറി അതിനകത്ത് വരും. ഈ VOD ഉള്ള ഒരൊറ്റ പേഷ്യൻറ്റിനെ പോലും ഞാൻ കണ്ടിട്ടില്ല ജീവിച്ചിരിക്കുന്നത്. ദേ ഡൈ. അവർ 100% ഡെത്ത് റേറ്റ് ആണ് VOD വന്നാൽ. അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. ഇപ്പോൾ ഇവർ ചെന്നൈ, മുംബൈ,
ആന്ധ്ര, തെലുങ്കാന ഇവിടെ ഒക്കെ കറങ്ങി അടിച്ച് വന്ന് എല്ലായിടത്തും ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞു. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ബിക്കോസ് ഈ പയ്യൻ കോളേജിൽ പഠിക്കുകയാണ്, അദ്ദേഹത്തിന് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും ദിവസം എൻ്റെ അടുത്ത് വന്നു. ബിക്കോസ് നമ്മുടെ യൂണിറ്റിൽ നമ്മൾ പല നല്ല എക്സ്പെരിമെൻ്റൽ തെറപ്പീസൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്ത് ഇത് ശരിയാക്കുമെന്ന് ഓർത്ത് എൻ്റെ അടുത്ത് വന്നു. ഞാൻ നോക്കിയിട്ട് VOD ആണ്, ഒരു രക്ഷയില്ല, ഇദ്ദേഹം മരിച്ചു എന്നുള്ള 100% ആണ്. ഇൻ 6 months he will die. ഏറ്റവും അവസാനം പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ഹോസ്പിറ്റൽ അതോറിറ്റീസിനൊക്കെ പറഞ്ഞ് ഏറ്റവും അവസാനം അവർ പറഞ്ഞ ഒരു കാര്യം ചെയ്യുക, ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ നിവൃത്തിയില്ല, പക്ഷേ ഡോണർ റെഡിയാണ്, മകൻ റെഡിയാണ് ലിവർ കൊടുക്കാൻ, ലിവറിൻ്റെ ഭാഗം കൊടുക്കാൻ. ഇവർ 22 lakhs കംപ്ലീറ്റ്ലി വേവ് ഓഫ് ചെയ്തു. ഫ്രീ ആയിട്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഒരു പടമായിട്ട് അവരെ ഒരു 1.5 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ച് ആന്ധ്രയിൽ തന്നെ ഒന്ന് കാണാൻ വന്ന് അവരായിട്ട് ഒരുമിച്ചുള്ളൊരു പടം ഞാൻ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഇട്ടിട്ടുണ്ട് മിനിങ്ങാന്ന്. അപ്പോൾ അതുപോലെ നമ്മൾ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അതിനെതിരെ പറയുന്ന ആൾക്കാർ ശരിക്കും അവർ ഹ്യൂമാനിറ്റിക്കെതിരെ വർക്ക് ചെയ്യുന്നവരാണ്. ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ പ്രാക്ടീഷണേഴ്സും ഈ പോയിന്റ്സ് ഒക്കെ ഇട്ടിട്ടാണ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അപ്പം പൊതുജനത്തിന് ഒരു പബ്ലിക് ഹെൽത്ത് അല്ലെ ഒരു നല്ല ഹ്യൂമാനിറ്റേറിയൻ വർക്ക് ചെയ്യണമെങ്കിൽ ഓൾവേസ് സപ്പോർട്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ സഹായിക്കാൻ പറ്റും. അതായത് വലിയ ഡിസാസ്റ്റേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സഹായിക്കും എന്നുള്ളതിനൊരു എവിഡൻസ് ആണ് നമ്മൾ കണ്ടത്. പക്ഷേ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനകത്തുള്ള ഒരാൾ ഈ അടുത്ത കാലത്ത് ഒരു വലിയ ഡിസാസ്റ്റർസ് ആയിട്ടുള്ള ഒരു ക്ലെയിം നടത്തുന്നത് കണ്ടായിരുന്നു. അതായത് ആയുർവേദത്തിനകത്തൊക്കെ AI വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞതിനകത്ത് പറഞ്ഞത് ട്രഡീഷണൽ മെഡിസിൻ അല്ലെങ്കിൽ അവിടുത്തെ ഏതോ ഒരു ഹെർബൽ റെമഡി കൊടുക്കുന്ന ആളാണ് ഈ ക്രോട്ടിലേറിയ ചെടി കൊടുത്തതെന്നാണ്. ഈ അദ്ദേഹത്തിൻ്റെ അമ്മ പറിച്ചു കൊടുത്ത ചെടികൾ പോലും ആയുർവേദമായിട്ടാണ് അദ്ദേഹം ആ ഒരു സെമിനാറിനകത്ത് പ്രസൻറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കേട്ട് കാണും. മുരളി തുമ്മാരിക്കുടി ഒരു പ്രസൻറ്റേഷനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആയുർവേദത്തിനകത്ത് എന്തൊക്കെയോ ഉണ്ട്, അല്ലെങ്കിൽ AI വന്നു കഴിയുമ്പോൾ ആയുർവേദം ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ് അതിനകത്ത് പറയാനുള്ളത്? ഇപ്പോൾ AI മോഡേൺ മെഡിക്കൽ ഇതിനകത്തൊക്കെ ഈ ഡ്രഗ് ഡിസ്കവറിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലാക്കാം. എങ്ങനെയാണ് ആയുർവേദത്തിനകത്ത് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? അത് ഈ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിനെപ്പറ്റി പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരിക്കലും നമ്മുടെ പ്രാക്ടീഷണേഴ്സിനെയോ മെഡിസിനെയോ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരാൻ പോകുന്നില്ല. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അറിയാൻ പറ്റാത്ത പ്രാക്ടീഷണേഴ്സ് ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഡ്രഗ് ഡിസ്കവറി, അതായത് ഇപ്പോൾ നമ്മൾ ഈ ലീഡ് കോമ്പൗണ്ട്സ്, നമുക്ക് ഈ വാല്യുബിൾ ആയിട്ടുള്ള ലാർജ് നമ്പേഴ്സ് ഓഫ് കോമ്പൗണ്ട്സിൽ ചില മരുന്നുകൾ നമുക്ക് റീപർപ്പസിങ് എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ പണ്ട് നാൾ കൊടുത്തിരുന്ന ഒരു ഇപ്പോൾ വാദത്തിന് കൊടുത്തിരുന്ന മരുന്ന് ഇപ്പം നമുക്ക് ചിലപ്പോൾ ഇൻഫെക്ഷന് ഉപയോഗകരമായിരിക്കും, ഒരു പർട്ടിക്കുലർ ഇൻഫെക്ഷൻ. അതൊക്കെ നമുക്ക് ഇതുപോലെ ഈ AI വെച്ചിട്ട് കണ്ടുപിടിക്കാം, ഡ്രഗ് ഡിസ്കവറിയുടെ ഭാഗമായിട്ട്. പക്ഷേ ആയുർവേദത്തിൽ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത്. അതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് സാമാന്യ കോമൺ സെൻസ്, കോമൺ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാവും ആയുർവേദത്തിനകത്ത് ഒന്നും ഇല്ലെന്ന്. അത് ബേസിക്കലി ഡ്രഗ് ഡിസ്കവറി ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പോയിൻ്റാണ്. ആ എന്താണ് മോളിക്യൂള്, അത് എന്ത് ചെയ്യുന്നു, അതിൽ ബെനിഫിറ്റ് ആയിട്ടുള്ള എന്താണ്, സൈഡ് എഫക്റ്റ് ആയിട്ടുള്ള എന്താണെന്നുള്ളത് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം അതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് പോലും അറിയാത്ത ഒരു സംഭവത്തിനകത്ത് നമ്മൾ AI കൊണ്ടേ വെച്ചാൽ അത് എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഈ ഹോമിയോപ്പതിയിൽ നാനോ ടെക്നോളജി എന്ന് പറയുന്ന കാര്യമാണ്. കുറേ വർഷങ്ങളായിട്ട് അവർ പറഞ്ഞു നടക്കുന്നുണ്ട് നാനോ ടെക്നോളജി, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഒക്കെ പിന്നീട് വന്നു. പക്ഷേ അതിനകത്തൊന്നും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ AIയും ആയുർവേദത്തിൽ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു നടക്കാം, പക്ഷെ അതിൽ നിന്നൊന്നും ഉണ്ടാകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. രണ്ട് ചോദ്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് ചോദിക്കുന്നത്, ഒന്ന് ലിവർ ഡീറ്റോക്സ് ആണ്. ലിവർ ഡീറ്റോക്സിനെ ആദ്യം അല്ലെങ്കിൽ ഇതിനു മുമ്പ് പറഞ്ഞൊരു ഹെൽത്ത് ഇൻഫ്ലുവൻസറുടെ കാര്യം കൂടെ ചേർത്ത് ചോദിക്കാമെന്ന് ചോദിക്കുന്നു. അതായത് സമന്ത റൂത്ത് പ്രഭു, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഭയങ്കര സെലിബ്രിറ്റി ആയിട്ടുള്ള ഡാൻഡിലോണിൻ്റെ റൂട്ട്സ് റൂട്ട്സ് ലിവർ ഡീറ്റോക്സിനായിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞപ്പോൾ അന്ന് ട്വിറ്ററിൽ ശക്തമായിട്ട് ദ ലിവർ ഡോക്ക് എതിർത്തിരുന്നു. അതുപോലെ ഇപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് നെബുലൈസറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വൈറൽ രോഗങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞപ്പോഴും ശക്തമായിട്ട് എതിർത്തിരുന്നു. ഇപ്പോൾ ലിവർ ഡീറ്റോക്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കാര്യം ഇവർ മാത്രമല്ല വേറെ ഒരുപാട് പേര് എല്ലാവരും ഡീറ്റോക്സിന് പിറകെയാണ്. അപ്പോൾ അതൊന്ന് കവർ ചെയ്തിട്ട് ഈ ഇഷ്യൂ കൂടെ ചേർത്ത് പറയാൻ തോന്നുന്നു. ഈ ഡീറ്റോക്സ് എന്നുള്ള വേർഡ് തന്നെ ഭയങ്കര പൊള്ളത്തരമാണ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ. അത് നമുക്ക് ഡീറ്റോക്സിന് വേണ്ടി 3 കാര്യങ്ങൾ ആവശ്യമുള്ളൂ. ഒന്ന് നമ്മുടെ ലങ്സ് ഡീറ്റോക്സിങ് ആണ്, 2 നമ്മുടെ കിഡ്നീസ്, പിന്നെ നമ്മുടെ ലിവർ. ഈ 3 സംഭവങ്ങളും നമ്മളിൽ ഡീറ്റോക്സ് ഓൾറെഡി ചെയ്യുന്നുണ്ട്. നമുക്ക് പുറത്തു നിന്നൊന്നും ഡീറ്റോക്സ് ഇതുങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഡീറ്റോക്സ് സപ്ലിമെൻറ്റ്, ഇപ്പോൾ ലിവർ ഡീറ്റോക്സ്, സ്കിൻ ഡീറ്റോക്സ്, അതുപോലെ തന്നെ ലങ് ഡീറ്റോക്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഈ സപ്ലിമെൻ്റ് ഇൻഡസ്ട്രി, അതായത് ഇപ്പോൾ ഈ നമ്മളീ പറയുന്ന ഈ ഹെർബൽ ആൻഡ് ഡയറ്ററി സപ്ലിമെൻ്റ് ഇൻഡസ്ട്രിയുടെ ഒരു ഭയങ്കര സെയിൽസ് മാർക്കറ്റിംഗ് ടേമാണ്. അപ്പോൾ ആൾക്കാരുടെ വിചാരം അവരെല്ലാവരും ഈ ഏറ്റവും എളുപ്പം ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാനും ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉൾക്കൊള്ളാനും ഏറ്റവും ഈസി ഫിയർ മോങ്കറിങ് ആണ്. അത് ഭീതി വരുത്തുക. അതായത് നമ്മുടെ നാട് നിറച്ചും പൊല്യൂഷനാണ്,
അരിക്കകത്ത് ആർസനിക്കുണ്ട്, നമ്മുടെ ഫ്രൂട്ട്സ് പൈനാപ്പിളിനകത്ത് വിഷമുണ്ട്, അതിനകത്ത് വിഷമുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കെ ഈ സാധനം കഴിച്ചാൽ അതൊക്കെ സെറ്റിലാവുന്നുള്ള ഒരു ഭീതി വരുത്തിയിട്ടുള്ള വിൽപ്പനയാണ് നടക്കുന്നത് ഈ ലിവർ ഡീറ്റോക്സ്. അപ്പം ഈ ലിവർ ഡീറ്റോക്സ് എന്നുള്ള സംഭവം തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നതും അതിനെപ്പറ്റി സംസാരിക്കുന്നതും ഓൾട്ടർനേറ്റീവ് പ്രാക്ടീഷണേഴ്സാണ്. അതുപോലെ തന്നെ ഫങ്ഷണൽ മെഡിസിൻ അങ്ങനെ ഒരു സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാവരും സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ചറപറ കാണാം ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടേഴ്സിൻ്റെ വീഡിയോസും അതിൻ്റെ കൂടെ തന്നെ ഈ സപ്ലിമെൻറ്റ്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സും. ഈ ആൽഗോരിതം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ അത് മേടിച്ചു പോകും. അപ്പോൾ ഈ പറയുന്ന ഡീറ്റോക്സും ഈ പറയുന്ന സപ്ലിമെൻറ്റ് യൂസ് ടു ഇംപ്രൂവ് ഹെൽത്ത്, ഇപ്പോൾ ഏത് ഓർഗൻ സിസ്റ്റത്തിൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സപ്ലിമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞു വരുന്ന എല്ലാം കംപ്ലീറ്റ് പൊള്ളത്തരമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈയിടെ ഈ സമാന്ത റൂത്ത് ഭയങ്കര ഓൾമോസ്റ്റ് 34 മില്യൺ ഫോളോവേഴ്സ് ഉള്ളൊരു അക്കൗണ്ടാണ് അവരുടെ ഇൻസ്റ്റഗ്രാമിൽ. അവർ പറഞ്ഞ് വൈറൽ ഫീവർ വരുവാണെങ്കിൽ, ഇപ്പോൾ ചെറിയ ഇൻഫ്ലുവൻസോ അങ്ങനത്തെ എന്തെങ്കിലും ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ നമ്മൾ മോഡേൺ മെഡിസിനിലോട്ട് പോകുകയേ വേണ്ട, ഹൈഡ്രജൻ പെറോക്സൈഡ് നെബുലൈസറിലിട്ട് ശ്വസിച്ചാൽ ലങ്സ് എല്ലാം ശരിയാവും, മരുന്ന് എടുക്കേണ്ട ആവശ്യം വരത്തില്ല എന്നാണ് അവർ പറയുന്നത്. ഒരു കണക്കിന് അവർ പറയുന്നത് കറക്റ്റാണ്. എന്നുവെച്ചാൽ അതോടെ ഹോസ്റ്റ് ഇല്ലാതെയാവും, മനുഷ്യനില്ലെങ്കിൽ പിന്നെ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ എഴുതി, അത് വലിയൊരു ന്യൂസായി. നാഷണൽ മീഡിയയിൽ മുഴുവൻ വന്നു. ഇന്നലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിലും ഉണ്ടായിരുന്നു, ടൈംസ് കൊച്ചിയിലും ഉണ്ടായിരുന്നു അതിനെപ്പറ്റിയുള്ള ഇത്. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഫ്ലുവൻസേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് ഇൻഫ്ലുവൻസേഴ്സ് ആവണമെന്നില്ല. അവർ ചിലപ്പം ഹെൽത്ത് സപ്ലിമെൻറ്റ് സെല്ലേഴ്സാണ്. അവരെന്തോ വിൽക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഫ്ലുവൻസറിനെ നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ ക്രെഡിബിൾ സോഴ്സസിൽ നിന്ന് നമ്മുടെ ഹെൽത്ത് ഇൻഫോർമേഷൻ എടുക്കാവുള്ളൂ. അത് എടുക്കുക മാത്രമല്ല, നമ്മൾ അതിനെ അനലൈസ് ചെയ്യണം, ക്രിട്ടിക്കലി തിങ്ക് ചെയ്യണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന ആൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും എക്സ്പെർട്ടീസ് ഉണ്ടോ, ഈ പറയുന്ന ആൾ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്നാണോ ഇത് എടുത്തേക്കുന്നത്, ആ സോഴ്സ് ക്രെഡിബിൾ ആണോ. ഇനിയിപ്പം ഇത് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാവർക്കും ഫിസിഷ്യൻസും ഫാമിലി മെഡിസിൻ ഡോക്ടേഴ്സും ഒക്കെ എല്ലാവർക്കും ഫോണിലുണ്ട് നമ്പർ. ഒന്ന് ചോദിക്കുക ഡോക്ടറുടെ അടുത്ത്, ഇതെന്താണ് സംഭവം, ഇത് യൂസ് ചെയ്യാവും. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ശ്വസിച്ചാൽ ലങ്സ് അടിച്ചു എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം, പിള്ളേർക്കും വരെ അറിയാം. ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന കെമിസ്ട്രി പഠിക്കുന്ന എല്ലാവർക്കും അറിയാം ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു ഭയങ്കര ഓക്സിഡൈസിങ് ഏജൻ്റാണ്, ഇറ്റ് വിൽ ഡിസ്ട്രോയ് സോ മെനി സെൽസ് എന്നുള്ളത്. അപ്പോൾ അതുപോലെ സിമ്പിൾ കോമൺ സെൻസ് പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ചെയ്യുന്നതും. അപ്പം ഈ ലിവർ ഡീറ്റോക്സ് സപ്ലിമെൻറ്റ്സ് ആരും മേടിക്കരുത്, അത് വിൽക്കുന്ന ആളുടെ വീഡിയോസും നിങ്ങൾ ആരും കാണരുത്. എന്നുവെച്ചാൽ നിങ്ങൾ വെറുതെ പൈസ കളയാണ്. അത് മാത്രമല്ല, ഇപ്പം ഒരു 2019 2020 ഇറങ്ങിയ 2 വലിയ പഠനങ്ങളുണ്ട്. അത് ഇറങ്ങിയത് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് സ്റ്റഡി ഓഫ് ലിവർ ഡിസീസിൻ്റെ ഒഫീഷ്യൽ ജേർണലിലാണ്. അവർ പറഞ്ഞേക്കുന്നത് ദ നമ്പർ 1 കോസ് ഓഫ് ഇൻക്രീസ്ഡ് ട്രാൻസ്പ്ലാന്റ് ലിസ്റ്റിംഗ്, അതായത് ലിവർ ട്രാൻസ്പ്ലാന്റ് വേണമെന്ന് പറഞ്ഞ് പുതിയ പേഷ്യൻസിനെ ആ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്നതിൻ്റെ നമ്പർ 1 കോസ് അമേരിക്കയിൽ ഹെർബൽ ആൻഡ് ഡയറ്ററി സപ്ലിമെൻറ്റ്സ് ആണ്, ഇതുപോലത്തെ ഡീറ്റോക്സ് സപ്ലിമെൻറ്റ്സ് ആണ്. അപ്പം ഇത്രയും മാത്രം ഡേറ്റ ഉള്ള ഒരു സമയത്ത്, അതായത് ഈ ഡീറ്റോക്സും സപ്ലിമെൻറ്റ്സും ഹെർബൽസും ഒക്കെ കംപ്ലീറ്റ് ഒരു ഫ്രോഡുലൻറ്റ് ബിസിനസ്സാണെന്ന് മനസ്സിലാക്കേണ്ടതിന് പകരം അത് ഉൾക്കൊണ്ട് അതിന് പുറമെ നമ്മൾ പൈസയും കളഞ്ഞ് നമ്മുടെ ഹെൽത്തും കളഞ്ഞിരിക്കുന്ന ഒരു സമൂഹത്തിനോട് പറയാനുള്ളത്, നമ്മൾ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യണം എന്നുള്ളതാണ്. എവറിത്തിങ് എന്നു വെച്ചാൽ ഭയങ്കര ഇൻഫോർമേഷൻ ഓവർലോഡാണ് നമ്മുടെ നാട്ടിൽ, ത്രൂ സോഷ്യൽ മീഡിയ. ഒന്ന് ക്രിട്ടിക്കലി ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്യുക, അല്ലെ എക്സ്പേർട്സിനോട് ചോദിക്കുക. അത് അങ്ങനെ ചെയ്താൽ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ഇൻഫോംഡ് ഹെൽത്ത് കെയർ ചോയ്സസ്. നമ്മുടെ ഹെൽത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ നല്ലൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. ഈ സപ്ലിമെൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാതിരിക്കുക. കാര്യം ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് പറയുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് കണ്ടുകൊണ്ട് ചോദിക്കുന്നതാണ് ഗ്ലൂട്ടതയോൺ. ഒരുപാട് ഇൻഫ്ലുവൻസ്, കാര്യം പൊതുവെ ആളുകൾക്ക് വെളുത്തിരിക്കുക, ഫെയർ ആയിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ ആഗ്രഹങ്ങൾ സെല്ല് ചെയ്യുക ഈസി ആയതുകൊണ്ട് ഇപ്പോൾ പല പരിപാടികൾ ആങ്കർ ചെയ്യുന്ന ആളുകളും, അതുപോലെ തന്നെ ഈവൻ ഞാനൊരു MBBS ഡോക്ടറിനെ ഞാൻ ഈ യൂട്യൂബിനകത്ത് കണ്ടായിരുന്നു. ഗ്ലൂട്ടതയോൺ സപ്ലിമെൻറ്റ്സ് നിങ്ങൾ ഈ കമ്പനിയുടെ വാങ്ങിച്ച് കഴിക്കുമോ, അത് ചുമ്മാ കഴിക്കാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കഴിച്ചാൽ വെളുക്കുമോ എന്നുള്ളതാണ്. ഈ വെളുക്കാൻ വേണ്ടി കഴിച്ചത് വേറെ എന്തെങ്കിലും പണി കിട്ടുമോ? എനിക്ക് ആദ്യമേ തന്നെ ഈ MBBS ഡോക്ടേഴ്സിനോട് പറയാനുള്ളത്, MBBS കഴിഞ്ഞിട്ട് MD ഉണ്ട്, DO ഉണ്ട്. അപ്പം അത് ചെയ്യാന്നുള്ളതാണ്. ഈ ഇൻസ്റ്റഗ്രാമിൽ പേജ് ഉണ്ടാക്കി വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാതെ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മിസ്ഇൻഫോർമേഷൻ നമുക്കിപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാമിലാണേലും ഇപ്പം ഫേസ്ബുക്കിലാണേലും ഒക്കെ കിട്ടുന്നത്, വാട്സാപ്പിൽ കൂടെ ഒക്കെയാണ് കിട്ടുന്നത്, എല്ലാം ഇങ്ങനത്തെ ഡോക്ടർമാരുടെ വീഡിയോസാണ്. അതും എല്ലാം ഹാഫ് ബേക്ക്ഡ് ആണ്. അതായത് ലിറ്റിൽ നോളജ് ഇസ് വെരി ഡേഞ്ചറസ്. ഇവർക്ക് അറിയത്തില്ല. ഞാനൊക്കെ MBBS കണ്ടുവന്നത്. ഞാൻ MBBS എടുത്തു 5.5 years, 2 കൊല്ലം ലോസ്റ്റ് ആയിട്ടാണ് എനിക്ക് MD കിട്ടിയത്. MD 3 കൊല്ലം, അത് കഴിഞ്ഞിട്ട് 1.5 കൊല്ലം പഠിച്ചിട്ടാണ് DM കിട്ടിയത്. DM 3 കൊല്ലം.
ഇത്രയും പഠിച്ചിട്ടാണ് എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയത് എങ്ങനെ ആൾക്കാരെ ഡീൽ ചെയ്യണം, എങ്ങനെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന പൊസിഷനിൽ MBBS മാത്രം കഴിഞ്ഞ ഡോക്ടേഴ്സ് ഈ ഹെൽത്ത് കെയറിനെ പറ്റി ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ അൺനെസസറി ഇൻഫർമേഷൻ കൊടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ വലിയൊരു പ്രോബ്ലമാണ്. ഞാൻ പറയുന്നത് ആയുഷ് സമുദായത്തിനേക്കാളും മോർ ഡേഞ്ചറാണ് ഇവർ. ബിക്കോസ് ഇവർ ക്രെഡിബിൾ പീപ്പിളാണ്. MBBS എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ഡിഗ്രിയാണ്. അങ്ങനെയുള്ള ആൾക്കാർ കൊടുക്കുന്ന ഈ മിസ്ഇൻഫോർമേഷൻ പബ്ലിക് ഹെൽത്തിന് കൂടുതൽ ഹാനികരമാണ്, മച്ച് മോർ ദാൻ ആയുർവേദം, ഹോമിയോപ്പതി ഒക്കെ. അപ്പോൾ അവരറിഞ്ഞിരിക്കേണ്ടത് ഒന്നാമത് ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ അസസ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗ്ലൂട്ടത്തയോൻ്റെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ സ്റ്റഡീസ് ഉണ്ട്, കുറേ മെറ്റാനാലിസിസ് ഉണ്ട്. മെറ്റാനാലിസിസിൻ്റെ അനാലിസിസ് ഉണ്ട്, അതിന് അംബ്രല റിവ്യൂ എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് എവിഡൻസ് ആണ്. അത് പറയുന്നത് എന്താണ്, 3 മാസം ഗ്ലൂട്ടാത്തയോൺ കൊടുത്താൽ ചില വ്യക്തികളിൽ സ്കിൻ കളേഴ്സ് ഒന്നും കുറയും. അതായത് സം ഇംപ്രൂവ്മെൻറ്റ് ഇൻ സബ്ജക്റ്റീവ് സ്കിൻ കളറാണ്, ഒബ്ജക്റ്റീവ് അല്ല, സബ്ജക്റ്റീവ്. അതായത് പേഷ്യൻസിന് ദേ ഫീൽ അവരുടെ സ്കിൻ കളർ കുറയുന്നു. അത് 3 മാസം. പക്ഷേ 3 മാസം കഴിഞ്ഞ് നിർത്തിയാൽ ഈ സ്കിൻ കളർ പിന്നെയും തിരിച്ച് പഴയതുപോലെ പോകും. ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ഡേറ്റയൊന്നും ഇല്ലതാണ്. അപ്പോൾ ആക്ച്വലി ഗ്ലൂട്ടത്തയോൺ ഈസ് നോട്ട് യൂസ്ഫുൾ ഫോർ എനിത്തിങ് ആണ്. പക്ഷേ 3 months വേണമെങ്കിൽ ട്രൈ ചെയ്യാം. സബ്ജക്റ്റീവായിട്ട് സ്കിൻ കളർ മാറ്റങ്ങൾ വേണമെങ്കിൽ അതെല്ലാവർക്കും അതുപോലെ വേണം ആവണം. ഇപ്പോൾ എൻ്റെ തന്നെ പേഷ്യൻസിൽ സിറോസിസ് പേഷ്യൻസിൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് കോസ്മെറ്റിക് പ്രോബ്ലം. അവർ ഭയങ്കര മുഖമൊക്കെ കറക്കും സിറോസിസ് കാരണം. അപ്പം അങ്ങനെയുള്ള പേഷ്യൻസ് എൻ്റെ അടുത്ത് ചോദിക്കും ഈ സ്കിൻ ശരിയാക്കാൻ എന്താണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ് നമ്മൾ ഒന്നെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക, പക്ഷേ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഈ സംഭവം തരാം, ഒരു 3 months നിങ്ങൾ നോക്കി എങ്ങനെയുണ്ടെന്ന്. സംഭവം സേഫാണ്, നമ്മൾ കൊടുക്കുന്ന മെഡിക്കൽ ഗ്രേഡ് ഗ്ലൂട്ടത്തയോൺ സേഫാണ്. പക്ഷേ അതുകൊണ്ട് എല്ലാവരും വെള്ളപ്പാറ്റയെ പോലെ ഒന്നും ആകാൻ പോകുന്നില്ല. അതൊരു തെറ്റിദ്ധാരണയാണ് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഗ്ലൂട്ടത്തയോൺ മാത്രമല്ല, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള അശ്വഗന്ധ സപ്ലിമെൻറ്റ്സും ടെർമറിക് സപ്ലിമെൻറ്റ്സും അതൊക്കെ ഇപ്പോൾ ഡെൻമാർക്കിലും യൂറോപ്യൻ പല നേഷൻസിലും ബാൻഡാണ് ഇപ്പം അശ്വഗന്ധ. അത് അബോർഷൻസ് കൂട്ടുന്നു, ലിവർ ഇഞ്ചറി ഉണ്ടാക്കുന്നു എന്നുള്ള കുറേ എവിഡൻസ് വന്ന കാരണം ആ രാജ്യങ്ങളിലൊക്കെ അത് ബാൻഡാണ്. നമ്മുടെ ഇവിടെ ഇപ്പോഴും ആൾക്കാരിങ്ങനെ അതിനെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ പൊതുവേ നമ്മളെപ്പോഴും ആയുർവേദമായാലും ഹോമിയോ ആയാലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ പറയുന്നത് അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന കുറച്ച് വീഡിയോകളൊക്കെ കണ്ടിട്ടാണ്, കുറച്ച് അനുഭവ സിദ്ധാന്തങ്ങളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ അനുഭവ സിദ്ധാന്തങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന അല്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർക്ക് എന്താ പറയുക, അസുഖം മൂർച്ഛിച്ചിട്ട് അവർ മരണപ്പെടുകയോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ അതായത് ശരിയായ ചികിത്സ കിട്ടാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് പറ്റിപ്പോയി എന്ന് പുറത്ത് പറയാതിരിക്കാൻ ചമ്മുകയോ, ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ലിവറോ അല്ലെങ്കിൽ കിഡ്നിയോ ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന ഏതെങ്കിലും മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരികയാണ് എന്നുള്ളതാണ്. അപ്പോൾ 2 കാര്യം. ഒന്ന്, നമുക്ക് ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് ശരിയായ ഡോക്ടർമാരെ സമീപിച്ചിട്ടുള്ള ഏതെങ്കിലും പേഷ്യൻസ് ഉണ്ടെങ്കിൽ 2 കൊച്ചു അനുഭവകഥകൾ, ഒന്ന് ഹോമിയോ എന്നും ഒന്ന് ആയുർവേദത്തിൽ നിന്നും വേണമെങ്കിൽ പറയാം. ഇത് പറയാനാണ് ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു സ്പെസിഫിക് എക്സാമ്പിൾ ഇപ്പോൾ ഈയിടെ നടന്നതാണത്. അതെനിക്കൊന്ന് പത്രത്തിലൊക്കെ അതിനെപ്പറ്റി വന്നതുമാണ്, മലയാളം പത്രത്തിൽ. അതായത് ഇപ്പോൾ എൻ്റെ അടുത്തൊരു വ്യക്തി വന്നു, അവർ ഓൾറെഡി ഗിൽബർട്ട് സിൻഡ്രോം എന്ന് പറഞ്ഞ അസുഖമുണ്ട്. എനിക്ക് എല്ലാവർക്കും അറിയാമെന്നറിയില്ല ഗിൽബർട്ട് സിൻഡ്രോം, വിക്കിപീഡിയ അടിച്ചാൽ കിട്ടും. ഗിൽബർട്ട് സിൻഡ്രോം എന്ന് പറഞ്ഞ അസുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് ജന്മന കിട്ടുന്ന ഒരു മഞ്ഞപ്പിത്തമാണ്. അതായത് നമ്മുടെ ബിലിറൂബിൻ ലെവൽസ് കുറച്ച് ഹൈ ആയിട്ട് നിൽക്കും, പക്ഷേ എപ്പോഴും 5 താഴെ നിൽക്കുള്ളൂ. ബിലിറൂബിൻ ലെവലിൽ 3 ഗണങ്ങളാണ്. ഒന്ന് ടോട്ടൽ ബിലിറൂബിൻ, ഒന്ന് ഡയറക്റ്റ് ബിലിറൂബിൻ, ഒന്ന് ഇൻഡയറക്റ്റ് ബിലിറൂബിൻ. ഈ ഗിൽബർട്ട് സിൻഡ്രോം ഉള്ള വ്യക്തികളിൽ നമ്മുടെ കേരളത്തിൽ ഭയങ്കര കോമൺ ആണ് ഗിൽബർട്ട് സിൻഡ്രോം. അവരിൽ ഈ ഇൻഡയറക്റ്റ് ബിലിറൂബിനാണ് ഹൈ, ഡയറക്റ്റ് ബിലിറൂബിൻ എപ്പോഴും കുറവായിരിക്കും. ഡയറക്റ്റ് ബിലിറൂബിനാണ് ലിവറിൽ നിന്ന് വരുന്നത്. അതായത് ലിവർ ഇഞ്ചുറി ഒക്കെ ഉണ്ടെങ്കിൽ ടോട്ടൽ ബിലിറൂബിൻ്റെ കൂടെ കൂടുന്നത് ഡയറക്റ്റ് ബിലിറൂബിനാണ്. പക്ഷേ ഗിൽബർട്ടിൽ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. അപ്പോൾ അതിന് ചികിത്സ വേണ്ടാത്ത ഒരു മഞ്ഞപ്പിത്തമാണ്. ഇപ്പം മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന രോഗമല്ല, രോഗലക്ഷണമാണ്. പല കാരണങ്ങളാൽ മഞ്ഞപ്പിത്തം വരാം. ഗിൽബർട്ട് സിൻഡ്രോം അതുപോലൊരു കാരണമാണ്. അത് ബിനൈൻ കണ്ടീഷൻ, അതിന് ട്രീറ്റ്മെൻറ്റ് വേണ്ട. അപ്പോൾ ഈ ഗിൽബർട്ട് സിൻഡ്രോം ഉള്ള ഒരു വ്യക്തി ആദ്യമേ പോയി ഒരു ഫിസിഷ്യനെ കണ്ടു. അപ്പോൾ ആള് ഇതുപോലെ ഇരുന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ല. അതായത് പേടിക്കേണ്ട, പോയിക്കൊള്ളാനാണ് പറഞ്ഞത്. പക്ഷേ ഇതിൽ പ്രശ്നമില്ല, ലിവറിൽ പിന്നീട് പ്രോബ്ലം വരില്ല. അതായത് പേഷ്യൻസിൻ്റെ കൂടെ ഡോക്ടേഴ്സ് സ്പെൻഡ് ചെയ്യുന്ന ടൈം വളരെ കുറവാണിപ്പം. അത് എങ്ങനെ, ഞാനൊക്കെ റെസ്ട്രിക്റ്റഡ് ഒ പി ഡി ആണ്, എനിക്കൊരു 20-25 പേഷ്യൻസ് കൂടെ കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 25 to 30 minutes പുതിയ പേഷ്യൻസായിട്ട് സ്പെൻഡ് ചെയ്യണം, കംപ്ലീറ്റ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ. അങ്ങനെ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ അവർ വേറെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകും. സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ സ്പെഷ്യലിസ്റ്റ് ഇതിനേക്കാളും ബിസിയാണ്, അവർ ഫുൾ ഒ പി ആണ്. അവരും ഇതുപോലെ തന്നെ നേരത്തെ അറിയത്തില്ല, പ്രശ്നമില്ല എന്ന് പറഞ്ഞ് വിട്ടതല്ല, നീ പോകുമെന്ന് പറഞ്ഞ് അവർ പിന്നെയും വിടും. അപ്പോൾ അവർ വന്നെത്തുന്നത് എവിടെയാണ്? ആയുർവേദമോ ഹോമിയോപ്പതിയോ. ബിക്കോസ് അവർക്ക് ആ മോഡേൺ മെഡിസിൻ്റെ ആ ഡീലിങ് സാറ്റിസ്ഫാക്ടറി അല്ലാത്ത കാരണം അവർ അവിടെ പോയി തന്നത്. അവിടെ അവരെന്ത് ചെയ്യും? മഞ്ഞപ്പിത്തം, അവിടെ പിത്തം ഒക്കെ പ്രശ്നമാണ്,
എന്നിട്ട് നാടിപരീക്ഷയൊക്കെ ചെയ്തിട്ട് ഇവർ ഓരോന്നൊക്കെ പറഞ്ഞു കൂട്ടി കുറേ ഹെർബൽ മെഡിസിൻസ് കൊടുക്കും. ഇത് കുറയുമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് കുറേ പഥ്യം പറയും. ഗിൽബർട്ട് സിൻഡ്രോമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഥ്യം നോക്കിയാൽ ഈ മഞ്ഞപ്പിത്തം കൂടും. ഫാസ്റ്റിങ്ങിൽ ഈ മഞ്ഞപ്പിത്തം ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ അത് അവർക്കൊരു സെല്ലിംഗ് പോയിൻ്റാണ്. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് പഥ്യവും പറയും, മരുന്നും കൊടുക്കും. പക്ഷേ ഇതെപ്പോഴും ഇങ്ങനെ കൂടിക്കൂടി നിൽക്കും. അങ്ങനത്തെ പേഷ്യൻസിനെ അവർക്ക് കൂടുതൽ അവരുടെ മരുന്നുകൾ പിന്നെ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി എൻ്റെ അടുത്ത് ഗിൽബർട്ട് സിൻഡ്രോമിന് വേണ്ടി പച്ചമരുന്ന് കഴിച്ച് ലിവർ ഇഞ്ചുറി ആയിട്ട് വന്നു. ആ വ്യക്തിയിൽ അദ്ദേഹം പിന്നെ ഹോമിയോപ്പതിയും ചെയ്തു. ഇതിന് കൂടെ ഡബിളാണ്. അതൊക്കെ ചെയ്ത് എൻ്റെ അടുത്ത് വന്ന് നമ്മുടെ പിന്നെ വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആ ലിവർ ഇഞ്ചുറി ഒന്ന് റിവേഴ്സ് ചെയ്തത്. അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു, ബയോപ്സിയൊക്കെ ചെയ്തു. ഏറ്റവും ദിവസം ആൾ റിക്കവറായി. അപ്പം ഞാൻ ആ ഫൈനൽ ഡിസ്ചാർജ് ആ പ്രിസ്ക്രിപ്ഷനിൽ എഴുതി. അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ വേറൊരു പേഷ്യൻറ്റിന് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വേണ്ടിയും ട്രീറ്റ് ചെയ്തൊരു പേഷ്യൻറ്റ് ഇതുപോലെ ലിവർ ഇഞ്ചുറി വന്ന്. അപ്പോൾ ചില പേഷ്യൻസിൽ ഞാനിങ്ങനെ മെൻഷൻ ചെയ്യും. ഇവർ പിന്നെയും പോയി ഇതരവൈദ്യം എടുക്കുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ എനിക്കുണ്ടാവും. അപ്പോൾ ഞാൻ എഴുതും, പ്ലീസ് ഡോണ്ട് അവോയ്ഡ് ആയുർവേദ ആൻഡ് ഹോമിയോപ്പതി മെഡിസിൻസ് ഓർ സപ്ലിമെൻറ്റ്സോ ഇതൊക്കെ ഞാൻ എഴുതി അങ്ങ് കൊടുക്കും. ഇത് എങ്ങനെയോ ഏതോ ഒരു ഹോമിയോപ്പതിക്കാരനൊക്കെ കിട്ടി, എങ്ങനെ എനിക്കറിയത്തില്ല. ആളത് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് പറഞ്ഞു, ഇത് കണ്ടില്ലേ നമ്മുടെ ബിസിനസ് നമ്മുടെ പ്രാക്ടീസ് നശിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയേക്കുന്ന ഈ മരുന്ന് മാഫിയ ഡോക്ടർ, മരുന്ന് മാഫിയ ഡോക്ടർ ഇതൊക്കെയാണ് ചെയ്യുന്നത്, ഇതിനെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവരിപ്പം എനിക്ക് തോന്നുന്ന മെഡിക്കൽ കൗൺസിലിൽ എവിടെയൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തു. എന്നിട്ട് അതിനെപ്പറ്റി പേപ്പറിലൊക്കെ വന്നിരുന്നു. ഏതോ ഒരു ആയുർവേദ വിശ്വ പരിഷത്തോ അവർ കുറേ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കി. ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് വരെ പോയിട്ടുണ്ട് ആ കംപ്ലയിൻറ്റ്. ഇവന്മാർക്ക് ഈ കംപ്ലയിൻറ്റ് ഇടുന്നതല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല. എന്നുവെച്ചാൽ എൻ്റെ ഫയലിനകത്ത് ഒരു 28-30 കംപ്ലയിൻറ്റ് ലെറ്റേഴ്സ് ഉണ്ട് ഓരോരുത്തർ എനിക്ക് അയച്ചു തരുന്നത്. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ ചെയ്തതിൻ്റെ ഭാഗം നമ്മൾ പേഷ്യൻസിന് വേണ്ടിയും ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടിയും ഗുണത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അതായത് അവർ പിന്നെ പഴയ സിറ്റുവേഷനിൽ എത്താതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കതിന് അതോറിറ്റി ഉണ്ട് എഴുതാൻ. അതായത് ആയുർവേദം യൂസ് ചെയ്യരുത്, എന്തുകൊണ്ട് യൂസ് ചെയ്യാൻ പാടില്ല, നമുക്കതിൻ്റെ പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് ഉണ്ട്. ഡോണ്ട് യൂസ്, വൈ, സ്റ്റഡീസ് ഉണ്ട്, നമ്മുടെ തന്നെ സ്റ്റഡീസ് ഇഷ്ടം പോലെ ഉണ്ട്, അല്ലാതെ സ്റ്റഡീസും ഉണ്ട്. അപ്പോൾ നമ്മളെടുത്ത് അങ്ങനെ എഴുതാൻ പാടില്ല എന്ന് ഇവർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊരു ഭയങ്കര രസകരമായ ഒരു കാര്യം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റോ, ഇപ്പോൾ ഇതുപോലെ തന്നെ നേരത്തെ മെഡിക്കൽ കൗൺസിലിൽ നിന്നുള്ള എനിക്ക് കുറേ കംപ്ലയിൻറ്റ് കിട്ടി. എന്നെ വിളിച്ച് ഞാൻ എന്തുകൊണ്ട് ഹോമിയോപ്പതി ഒരു കപടശാസ്ത്രം എന്ന് പറഞ്ഞെന്നും ആയുർവേദ ഒരു കപടശാസ്ത്രം എന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് തെളിവായിട്ട് വരാനൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു, നമ്മൾ സമയം കളയാൻ വേണ്ടി. പക്ഷേ അതൊക്കെ സെറ്റിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഞാൻ പറയുന്ന എല്ലാ ഡോക്ടർമാരും എന്ത് തരത്തിലുള്ള പ്രാക്ടീസ് അവരെ അഫക്റ്റ് ചെയ്യുന്നു, പേഷ്യൻസിനെ അഫക്റ്റ് ചെയ്യുന്നു. അത് മോഡേൺ മെഡിസിൻ ആയാലും. ഇപ്പോൾ ഞാൻ മോഡേൺ മെഡിസിൻ ചില മോഡേൺ മെഡിസിൻസ് ലിവറിന് ഹാനികരമാണ്, ലിവർ പേഷ്യൻസിൽ കിഡ്നിക്ക് ഹാനികരമാണ്, ഞാൻ അതും എഴുതുന്നുണ്ട്. അവോയ്ഡ് ഇന്ന മെഡിസിൻ. ഇപ്പോൾ നമ്മുടെ ഡൈക്ലോഫിനാക്ക്, ബ്രൂഫൻ എന്നൊക്കെ പറഞ്ഞ മരുന്നുകളില്ല, അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ് ലിവർ പേഷ്യൻസിൽ. അത് അവോയ്ഡ് ചെയ്യാൻ ഞാൻ എഴുതും, അതിൻ്റെ കൂടി ഇതും എഴുതും. അപ്പം നമ്മൾ നമ്മുടെ കർത്തവ്യം നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഇവിടെ ആരെയും അടിച്ചു താഴ്ത്താനോ നമ്മുടെ ബിസിനസ് കൂട്ടാനോ മരുന്ന് മാഫിക്ക് വളമിട്ട് കൊടുക്കാനോ ഒന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലത്. അല്ല, അതൊന്നുകൂടെ അടിവീടായിട്ട് പറയാൻ തോന്നുന്നത്, അതായത് ഡൈക്ലോഫിനാക്കും അതുപോലെയുള്ള മരുന്നുകൾ കരൾ രോഗികൾക്ക് ഹാനികരമാണ് എന്നുള്ളതാണ്. അതെ, ഏറ്റവും രസകരം അതല്ല. പല മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സും ചെയ്യുന്ന തെറ്റാണ്. അതായത് ഒരു ലിവർ പേഷ്യൻ്റ് വരുമ്പം അവരാദ്യമേ പറയുന്നത് പാരസ്റ്റമോൾ തൊടലെന്നാണ്. കംപ്ലീറ്റ് റോങ് ഇൻഫർമേഷൻ. പാരസ്റ്റമോള് സിറോസിസ് പേഷ്യൻസിൽ 2 ഗ്രാം വരെ ഒരു ദിവസം കഴിക്കാം. 2 grams, അതായത് 500 മില്ലിഗ്രാമിൻ്റെ 4 ഗുളിക അപ് ടു 3 days കഴിക്കാം. അത് അലൗഡാണ്, സേഫാണ്. പക്ഷേ ഇവരുടെ വിചാരം പാരസ്റ്റമോൾ കഴിച്ചാൽ, ഇപ്പോൾ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ആണല്ലോ, അവർക്ക് ഒരു സാമാന്യ ബുദ്ധി പോലും ഇല്ല, അത് നോക്കുന്ന പോലും ഇല്ല ഇതിൻ്റെ സേഫ് ഡോസ് എന്താണെന്നുള്ളതേ. അതുപോലും അറിയാതെ പേഷ്യൻസിനോട് പറയാണ്, ഇല്ല നിങ്ങൾ പാരസ്റ്റമോൾ കഴിക്കരുത്, അതിന് പകരം മെഫ്താൽസ്പാസും ഈ പറയുന്ന വൊവിറാനും ബ്രൂഫനും ഇതൊക്കെയാണ് എഴുതി കൊടുക്കുന്നത്, പനിക്കും വേദനയ്ക്കൊക്കെ ആയിട്ട്. കംപ്ലീറ്റ്ലി റോങ് ഇൻഫർമേഷൻ. അപ്പം നമ്മൾ പേഷ്യൻസിനെ മാത്രം പഴിച്ചായിട്ട് കാര്യമില്ല, അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ സോഴ്സും അപ്ഡേറ്റഡ് അല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കുറച്ച് കാലമായിട്ട് ആളുകൾ ചോദിക്കുന്നതാണ്. ഈ പല മരുന്നുകളുടെയും മെക്കാനിസം ഓഫ് ആക്ഷൻ അറിഞ്ഞുകൂടാതെയും മോഡേൺ മെഡിസിനിൽ മരുന്നുകൾ കൊടുക്കുന്നുണ്ടല്ലോ, പക്ഷെ നിങ്ങൾ അതെല്ലാം സയൻസ് ബേസ്ഡ് മെഡിസിൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്, ഇതിൻ്റെ ഏതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മരുന്നുകളെ പറ്റി ചോദിക്കാറുണ്ട്. എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? ഈ മെക്കാനിസം ഓഫ് ആക്ഷൻ അറിയത്തില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ പറയുക, അതിന് മൾട്ടിപ്പിൾ മെക്കാനിസംസ് ഉണ്ട്. അതാണ് അതിൻ്റെ വാല്യൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാവർക്കും ഇഷ്ടമുള്ള പാരസ്റ്റമോൾ തന്നെ പറഞ്ഞു. പാരസ്റ്റമോൾ ശരിക്കും ഒരു ആൻറ്റി പൈററ്റിക് ആണ്, അതായത് ഒരു ഫീവർ മെഡിസിൻ ആണ്. പക്ഷേ അത് ഒരു ലെവൽ എബവ് നമ്മൾ അതിൻ്റെ ഡോസ് കൂട്ടിയാൽ, അതായത് എബവ് 2 grams കൂട്ടിയാൽ അതൊരു പെയിൻ കില്ലറാണ്, അതൊരു അനാൽജസിക് ആണ്. അപ്പം ഒരു മരുന്നിന് ഡബിൾ ആക്ഷനാണ്. ഓബ്വിയസ്ലി അതിന് മൾട്ടിപ്പിൾ മെക്കാനിസംസ് ഉണ്ട്.
അപ്പോൾ അതുപോലെ തന്നെ വേറെ പല പല ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. ഇപ്പോൾ പല പല ബാക്ടീരിയക്കെതിരെയും പല പല അണുക്കൾക്കെതിരെയും വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട്. അപ്പം മെക്കാനിസം അറിയത്തില്ല എന്ന് പറയുന്നത് അവർ വായിച്ചിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല. അല്ലാതെ മെക്കാനിസം അവിടെ ഉണ്ട്, നമുക്കറിയാം. ചിലതിന് സിംഗിൾ മെക്കാനിസം ഓഫ് ആക്ഷൻ ആയിരിക്കാം, ചിലതിന് മൾട്ടിപ്പിൾ മെക്കാനിസം ഓഫ് ആക്ഷൻ ആയിരിക്കാം. ഈ ആയുർവേദക്കാർ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഒരു മോളിക്യൂളിനെ പറ്റി ഒരു റിഡക്ഷനിസ്റ്റ് അപ്രോച്ചാണ്. ഈവൻ മോഡേൺ മെഡിസിൻകാർ പോലും ചില അറിയായിരിക്കുമല്ലോ ആരൊക്കെയാണ്, കുറേ പ്രൊപ്പഗാൻഡിസ്റ്റുകളുണ്ടല്ലോ, അവർ തന്നെ പറയുന്നത് അങ്ങനെയാണ്, ഇതൊരു റിഡക്ഷനിസ്റ്റ് അപ്രോച്ചാണ്. ആയുർവേദം വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയൊന്നുമല്ല, ഒരു സിനർജസ്റ്റിക് എഫക്റ്റാണ്. ഞങ്ങളൊരു 1,00,000 മോളിക്യൂൾ കൊടുക്കുമ്പോൾ അതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇത് ഫലിക്കുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്ന ഒരു ടാർഗറ്റ് മോളിക്യൂളും ലീഡ് മോളിക്യൂളും അങ്ങനത്തെ സംഭവമല്ല എന്നാണ് പറയുന്നത്. അവരോട് എന്താണ് പറയാനുള്ളത്? ഇത് നമ്മൾ ഈ പെസ്റ്റ് കൺട്രോൾ ഉണ്ടല്ലോ, വീട്ടിൽ എലിയുള്ളപ്പം നമ്മൾ പെസ്റ്റ് കൺട്രോളിനെ വിളിച്ച് എലീനെ പിടിച്ച് കൊണ്ടുപോവാണ്. അതിന് പകരം വീട് കത്തിക്കുകയല്ല, എലിയും കൂടെ ചാവാൻ. ഈ ആയുർവേദം ഹോമിയോപ്പതി എന്ന് പറഞ്ഞ ആ സംഭവമാണ്. നമ്മൾ ഈ റിഡക്ഷനിസ്റ്റ് അപ്രോച്ച് ഇല്ലെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മുടെ പേഷ്യൻസിൽ, പബ്ലിക്കിലല്ല വ്യക്തികളിൽ ആ മരുന്ന് മൂലമുള്ള ബെനിഫിറ്റോ സൈഡ് എഫക്റ്റോ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവരിപ്പോൾ ഈ ധന്വന്തരം ഗുളിക എന്ന് പറയുന്ന സംഭവമുണ്ട്, അതിനകത്ത് കുട്ടിയാനയുടെ പിണ്ടവും മരപ്പട്ടിയുടെ ബീജവും ഉണ്ട്, സീമൻ ഓഫ് സിവറ്റ് കാറ്റ്. അത് എന്തുകൊണ്ടാണ് അതിനകത്ത് അവർ ആഡ് ചെയ്യുന്നത്? ഇത് ട്രഡീഷണലി എഴുതിയേക്കുന്നതാണ്, ഈ സാധനം അതിനകത്ത് ഉണ്ടാവണം അവരുടെ കൂട്ടത്തിൽ. അപ്പം ഈ കുട്ടിയാനയുടെ പിണ്ടവും ഈ മരപ്പട്ടിയുടെ ബീജവും അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ് ധന്വന്തരം ഗുളികയിൽ? എനിക്കൊന്ന് അറിയണം. അത് ചോദിച്ചാൽ ആരും ഒന്നും പറയില്ല, അവർ പറയും നിങ്ങൾ മരുന്ന് മാഫിയാണ്. അതാണ് അവരുടെ ആൻസർ. അപ്പം ഇതാണ് റിഡക്ഷനിസ്റ്റ് അപ്രോച്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ബിക്കുള്ള ആൻറ്റിബയോട്ടിക് ടെനോഫോർ ആൽഫനമൈഡ് എന്ന് പറയുന്ന മരുന്നാണ് ഇപ്പോൾ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി കൊടുക്കുന്ന ലേറ്റസ്റ്റ് മരുന്ന്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നു നമുക്കറിയാം. ഇപ്പോൾ പുതിയൊരു മരുന്ന് വരുന്നുണ്ട്, മെർക്ലൂഡെക്സ് ബി എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നു? അത് DNA ലെവലിൽ വർക്ക് ചെയ്യുന്നു, DNA അസംബ്ലി തകർക്കുന്നു, അങ്ങനെയാണ് വൈറസിനെ അത് കൊല്ലുന്നത്. നമുക്കറിയാം എന്തുകൊണ്ടാണ് റിഡക്ഷനിസ്റ്റ് അപ്രോച്ച്. അതാണ് റിയൽ സയൻസ് ബേസ്ഡ് മെഡിസിൻ. ബാക്കിയെല്ലാം വെറുതെ ഊതി വീർപ്പിച്ച് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയുള്ള കുറേ വാക്യങ്ങളാണ്. ഈ റൂട്ട് കോസ് ട്രീറ്റ് ചെയ്യുന്നു, ഹോളിസ്റ്റിക് ആണ്, ഇതൊക്കെ ജസ്റ്റ് എനിക്ക് തോന്നുന്നത് ആൾക്കാരൊക്കെ അതിന് മേലെ ഇനി പോകണമെന്നാണ്. ആ വാക്കുകൾ കേട്ട് മടുത്ത്. എനിക്ക് തോന്നുന്നു ഈ കൂടുതലും ഈ ഹെർബൽ മെഡിസിൻ അതുപോലെയുള്ള സംഗതികളൊക്കെ ചെയ്യുന്നവർ എൻ്റെ ചെയ്യുന്നത് ഒന്നുകിൽ ഈ പറഞ്ഞതുപോലെ ലിവറുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥലത്തും അല്ലെങ്കിൽ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തും ആയിരിക്കുമല്ലോ നാച്ചുറലി, അതൊരു ലോജിക്കലി ആലോചിച്ചാൽ തന്നെ. ഇപ്പോൾ ഡോക്ടർ ആബി ചെയ്യുന്നത് പോലെ തന്നെ സിമിലറായിട്ട് മറ്റെത്ര പേര് ഒരു ക്ലിനീഷ്യൻ സയൻറ്റിസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ കിഡ്നിയെ പറ്റി പഠനം നടത്തുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടോ? ഇഷ്ടംപോലെ ഉണ്ട്. ഈ ആസ്റ്റർ മിംസ് കോഴിക്കോടും ഉള്ള അവരാണ് ഈ മെർക്കുറി മൂലം, അതായത് ഈ ഹെർബൽ മെഡിസിൻസിലും അല്ലാതെ ഫേസ് ക്രീമിലും ഈ ബാഡായിട്ട് പുവറായിട്ട് മാനുഫാക്ചർ ചെയ്ത ഫേസ് ക്രീമിനകത്തൊക്കെ മെർക്കുറിയുടെ അംശം കൂടിയിട്ട് മെർക്കുറി മൂലം ഒരു ഗ്ലോമർലോ നെഫ്രൈറ്റിസ്, മെമ്പർനോ പ്ലോറിഫ്ലൈറ്റ് ഗ്രോമോ നെഫ്രൈറ്റിസ്, MPGN എന്ന് പറഞ്ഞ ഒരു കിഡ്നി രോഗം വന്ന് ഇഷ്ടംപോലെ പേഷ്യൻസിൻ്റെ ഡാറ്റ എടുത്ത് പബ്ലിഷ് ചെയ്ത ഗ്രൂപ്പ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ലിവറും കിഡ്നി മാത്രമല്ല, ഈ ഹെർബൽ മെഡിസിൻസിൻ്റെ സൈഡ് എഫക്ട്സ് ബോൺ മാരോ, മജ്ജയിലും വരാം, സ്കിന്നിൽ വരാം. ഇഷ്ടംപോലെ സ്കിൻ സൈഡ് എഫക്ട്സ് കാണുന്ന ഡെർമറ്റോളജിസ്റ്റ് കുറേ പേരുണ്ട്. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ സത്യം തുറന്ന് പറഞ്ഞാൽ നമ്മൾ വില്ലനായി. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ ഇവിടെ കൂടുതലും പൊളിറ്റിക്സും റിലീജിയനും കൾച്ചറും ട്രഡീഷനാണ് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം. സയൻസോ ട്രൂത്തോ ഫാക്റ്റോ ലോജിക്കോ റാഷണലിസമോ ഒന്നും ഇവിടെ വാല്യൂ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഡോക്ടർമാർക്കും ഇത് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്കിപ്പം CRനെ പോലെയും എസൻസിനെ പോലെയും ഇങ്ങനെ ഇഷ്ടംപോലെ ഗ്രൂപ്പ്സ് നമ്മളെ സഹായിക്കാനുണ്ട്. അപ്പം നമുക്ക് തുറന്നു പറഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ തുറന്നു പറയുന്ന ഡോക്ടേഴ്സിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഗ്രൂപ്പ്സ് ഉണ്ടെന്നുള്ളത് പല ഡോക്ടേഴ്സിനും അറിയത്തില്ല. അതുകൊണ്ട് അവരിങ്ങനെ മിണ്ടാതിരിക്കുന്നത്. എന്നെക്കാളും കൂടുതൽ കരൾ രോഗങ്ങൾ ഈ ഹെർബൽ മെഡിസിൻസ് മൂലം കാണുന്ന പല യൂണിറ്റുകളും കേരളത്തിൽ കാണും. പക്ഷെ അവരിതിനെപ്പറ്റിയും തുറന്നു പറയാത്തത് ഒന്ന് ഭയം കൊണ്ട്, രണ്ട് എന്തിന്. നമ്മളിപ്പോൾ സുഖമായിട്ട് നമ്മൾ സാലറി ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചൊക്കെ പോകുന്നു, എന്തിനാണ് വേണ്ടാത്ത വരുത്തി വെക്കുന്നത്? ഇപ്പം ഞാൻ തന്നെ ഓരോ കോടതി കേസും അത് ഇതൊക്കെ ഫൈറ്റ് ചെയ്ത്, ഇപ്പോൾ UP പോലീസ് വന്നിരുന്നു എൻ്റെ മൊഴിയെടുക്കാൻ. UP റായ്ബറേലിയിൽ ഇവന്മാർ എനിക്കെതിരെ കേസ് കൊടുത്തു. ഒരു ഹോമിയോപ്പതി പ്രാക്ടീഷണർ, ആള് ഈ BJP സെല്ലിൻ്റെ ഒക്കെ അംഗമാണ്. അതൊക്കെ വെച്ചിട്ടാണ് പുള്ളി FIR എഴുതിയേക്കുന്നത്. FIR ഒക്കെ പബ്ലിക്കലി അവൈലബിൾ ആണ്. പുള്ളി കേസ് കൊടുത്ത് ഡിഫമേഷൻ അഗെയിൻസ്റ്റ് ആയുഷ് എന്ന് പറഞ്ഞിട്ട് UP പോലീസ് ഇവിടെ ഒരാൾ ട്രെയിൻ കയറി വന്ന് എൻ്റെ മൊഴിയൊക്കെ എടുത്തിട്ട് പോയി എന്നെക്കൊണ്ട് ഈ സെക്ഷൻ 170 മജിസ്ട്രേറ്റിൻ്റെ ഇതൊക്കെ സൈൻ ചെയ്യട്ടോ. എന്നെ ഇപ്പോൾ എപ്പോഴേലും വിളിപ്പിക്കായിരിക്കും റായ്ബറേലി, ഒന്നെല്ലാം പോയി ഒന്ന് കാണാമെന്ന് വെച്ചാൽ റായ്ബറേലി. CRും കൂടെ വരാമെന്ന് പറഞ്ഞു. എന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല, തിരിച്ചു വരുമോ ഇല്ലെന്ന് സംശയമുള്ള കാരണം. അങ്ങനത്തെ കേസ് കെട്ടും. ഇപ്പോൾ എന്തോരം പൈസ നമുക്ക് ചിലവാണ്. ഇപ്പോൾ അതിനുവേണ്ടി ഞാൻ ലോയേഴ്സിനെ വെച്ചു, അവർക്ക് നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ ഈ തലവേദന ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടി ഡോക്ടർമാർ ഇതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. പക്ഷേ
ഒരു 5-6 പേര് ഒന്ന് പറഞ്ഞാൽ പിന്നെ ഇവർ ഈ പരിപാടി നിർത്തും. ഈ കംപ്ലൈൻറ്റും ഇങ്ങനത്തെ കേസുകളും ഇതൊക്കെ നിർത്തും. നമുക്ക് നല്ലൊരു പറയുന്ന സ്റ്റാൻഡപ്പ് ഫോർ സയൻസ് എന്നാണ് പറയുന്നത്. അത് ചെയ്താൽ ഇവിടെ പൊതുജനത്തിന് ഭയങ്കര ഗുണകരവും ഡോക്ടർമാർക്ക് അവരുടേതായിട്ടുള്ള വാല്യൂവും സമൂഹത്തിൽ കിട്ടും. ഈ മരുന്ന് മാഫിയ എന്നുള്ള ആ ടേം ഒക്കെ പോകും. ബിക്കോസ് നമ്മളിത് പബ്ലിക്കിന് വേണ്ടി ചെയ്യുന്നതാണ്. ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് ഇത് വൈൻഡപ്പ് ചെയ്യാന്നുള്ളതാണ്. ഇത് മിക്കവാറും ഈ വീഡിയോയുടെ താഴെ വരാനുള്ള ഒരു പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് തന്നെ എടുത്താൽ മതി. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടും ഇതുപോലെ UP പോലീസ് വിളിക്കുന്നു, അങ്ങ് മുംബൈ പോലീസ് വിളിക്കാൻ സാധ്യതയുണ്ട്, ഡൽഹി പോലീസ് വിളിക്കുന്നു, പല കോടതിയിലെ കേസ്, സെലിബ്രിറ്റികളൊക്കെ നോട്ടം ഇട്ടിട്ടുണ്ട്, പല പത്രങ്ങളും നോട്ടം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും വളരെ ഇൻട്രസ്റ്റോട് കൂടി ഇതിനെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നത് മരുന്ന് മാഫിയയുടെ പൈസ വാങ്ങിച്ചിട്ടല്ലേ? മരുന്ന് മാഫിയയുടെ പൈസ ഉണ്ടായിരുന്നു ഞാൻ ഈ പരിപാടി ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം ഈ എനിക്കെതിരെയുള്ള പല കേസുകളുടെയും ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇവർ കൊടുത്തേക്കുന്നത് ഞാൻ കമ്പനിക്കാരുടെയൊക്കെ പൈസ മേടിച്ചു, അത് വെച്ചിട്ടാണ് അവരുടെ പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ ഇപ്പം എൻ്റെ ഒരു പ്രാക്ടീസ് നോക്കുവാണെങ്കിൽ ഇപ്പം എനിക്കൊന്ന് ഇത് വളരെ അത്യാവശ്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ OPD ചെയ്യുന്നത് എന്താണെന്നറിയോ? രോഗികളെ ചികിത്സിക്കുന്നുണ്ട്, പക്ഷെ അതല്ലാതെ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയും. പ്രിസ്ക്രിപ്ഷൻ. എൻ്റെ അടുത്ത് വരുന്ന പല രോഗികളും വരുന്നത് 18ഉം 22ഉം മരുന്നുകളായിട്ടാണ്. അതായത് ഒരു ദിവസം അവർ കഴിക്കുന്നത് 22 ടാബ്ലറ്റ്സ്, പിൽസ്, സിറപ്സ് ഒക്കെയാണ്. പല പല ഡോക്ടർമാർ എഴുതി കൊടുക്കുന്നതാണ്. ഞാൻ അതൊക്കെ ഇരുന്ന് നോക്കി കണ്ട് കുറച്ച് 1 2 ആക്കി കൊടുക്കുകയാണ്. പ്രിസ്ക്രിപ്ഷൻ. ഇപ്പം മരുന്ന് മാഫിയ ശരിക്കും ഞാനൊരു മരുന്ന് മാഫിയ ആണെങ്കിൽ ഞാൻ അതിനകത്തൊരു 10 കൂടെ എഴുതി കൊടുക്കത്തേ ഉള്ളൂ. അല്ലെ അവരോടത് കണ്ടിന്യൂ ചെയ്യാനും പറയത്തേ ഉള്ളൂ. അല്ലെ എനിക്ക് വേണ്ട ബ്രാൻഡുകൾ ഞാനവിടെ മാറ്റിയെടുത്തു, സെയിം ഗുളികൾ. അങ്ങനെയല്ല, ഞാനിപ്പോൾ 22 ഉള്ളത് 2 ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ രോഗികൾക്ക് എന്തോ മാനസിക വിഭ്രാന്തിമാരെയാണ്. അവർ ഞാൻ ഇത്രയും നാളും 22 മരുന്ന് കഴിച്ച് പെട്ടെന്ന് ഈ ഡോക്ടർ 2 ആക്കി അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ളതാണ്. അത്രയ്ക്ക് സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട് ഈ അനാവശ്യമായി മരുന്ന് എഴുതി കൊടുക്കുമ്പോൾ രോഗികളിലും. അപ്പോൾ ഇവർ ഈ മരുന്ന് മാഫിയ പൈസ കിട്ടുമെന്ന് പറയുന്നത് ഇവരൊന്നും ശരിക്കും വ്യക്തിപരമായിട്ട് എന്നെ അറിയത്തില്ല. ഇപ്പം എന്നെ അറിയാവുന്ന എൻ്റെ രോഗികളും അവരുടെ ഫാമിലീസും അവർക്കറിയാം നമ്മുടെ പ്രാക്ടീസ് എങ്ങനെയാണെന്നുള്ളത്. ഒരു മരുന്ന് മാഫിയ ടൈപ്പ് ഓഫ് പ്രാക്ടീസ് ആണെങ്കിൽ എനിക്ക് ഈ പരിപാടി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഞാനൊരു കംഫർട്ടബിളായിട്ട് ആ പൈസയും മേടിച്ച് ഒരു സ്ഥലത്തിരിക്കത്തേ ഉള്ളൂ. പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പേഷ്യൻസിനോട് ഇത് ചെയ്ത് എൻ്റെ അടുത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അതായത് നമ്മൾ ബിസിനസ് കുറയ്ക്കുകയാണ്. ആയുർവേദം എടുക്കരുത്, ഹോമിയോപ്പതി എടുക്കരുത്, ഇതെടുത്താൽ നിങ്ങൾക്ക് ഈ പ്രശ്നം വന്ന് ചിലപ്പോൾ ലിവർ മാറ്റി വെക്കാം, അവിടെ പോയി 20 ലക്ഷം. അത് ആ ബിസിനസ് നമുക്ക് വേണ്ട. അപ്പോൾ ഇതെങ്ങനെ മരുന്ന് മാഫിയാവും? അപ്പോൾ ഇത്ര നേരം സഹകരിച്ച ഡോക്ടർ അബി ഫിലിപ്സിന് പ്രത്യേകം നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ മരുന്ന് മാഫിയ 2 ആയിട്ട് അല്ലെങ്കിൽ റീലോഡഡ് ആയിട്ട് നമ്മൾ ഇനി മറ്റൊരു ഉടനെ തന്നെ വരുന്നതായിരിക്കും. കൂടുതൽ കേസുകൾ വരുന്നതനുസരിച്ച് ഒന്നുകൂടെ നമുക്ക് ഒരു കാരണം എന്ന് ഞാനിപ്പം ഏറ്റവും കൂടുതൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് 2 കാരണത്തിലാണ്. ഒന്ന് ആൽക്കഹോളാണ്. നമ്മുടെ സമൂഹത്തിലും നമ്മുടെ നാട്ടിലൊക്കെ ആൽക്കഹോൾ കൺസംഷൻ കൂടുതലാണ് ഇപ്പം. അതും സ്പെസിഫിക്കലി ഈ 20s 30s 2ാമത്തെ 3ാമത്തെ ഡെക്കേഡ്സിൽ പ്രായമുള്ള ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത് അവരിലാണ്. രണ്ടാമത്തത് മെറ്റബോളിക് ഡിസീസ് പറയുന്നത് ഈ ഡയബറ്റീസും അമിതവണ്ണമുള്ളവരിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ കാരണം നമ്മൾ അവരെ നേരത്തെ ഡയഗ്നോസ് ചെയ്യുന്നു. ഇപ്പം നേരത്തെയൊക്കെ നമുക്ക് ഇത്രയും ഏർലി ആയിട്ട് പല പേഷ്യൻസിനെയും ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതായത് നമ്മൾ അന്നൊക്കെ ഡയഗ്നോസ് ചെയ്തുകൊണ്ടിരുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. ആ സമയത്തൊക്കെ ട്രാൻസ്പ്ലാന്റേഷൻ നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റാത്ത പല പേഷ്യൻസും ഇപ്പോൾ നമ്മൾ നേരത്തെ ഡയഗ്നോസ് ചെയ്ത് നേരത്തെ അവയർനെസ് കൊടുത്ത് ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്പേഴ്സ് ഹൈ ആയിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് പണ്ടും ഇതുപോലെ തന്നെ നമ്പേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഡയഗ്നോസിസും അവയർനെസ്സും അതിൻ്റെ മാനേജ്മെൻറ്റൊക്കെ കുറേ ലെസർ സ്റ്റേജിലായിരുന്നു ആ സമയത്തൊക്കെ. കിഡ്നിയുടെ കേസ് ഇത് തന്നെയാണ്. ഡയബറ്റീസ് ആണ് എൻ്റെ അറിവില്ല കേട്ടോ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ ഡയബറ്റീസ് ആണ് മെറ്റബോളിക് ഡിസീസ്. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനത്തെ അസുഖങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കിഡ്നി ഡിസീസും വരുന്നത്, അതിൻ്റെ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നത്. ഇപ്പം ലിവറിൽ പണ്ടൊക്കെ ട്രാൻസ്പ്ലാന്റ് ഇഷ്ടംപോലെ നടന്നിരുന്നു. നമ്മൾ ഇവിടെ അല്ല, വേറെ സ്ഥലങ്ങളിലൊക്കെ. നമ്മളൊക്കെ ഇപ്പം എൻ്റെയൊക്കെ സെൻറ്റേഴ്സ് ഇപ്പോൾ ഹൈ വോളിയം സെൻറ്റേഴ്സായി മാറിയേക്കാണ് ട്രാൻസ്പ്ലാന്റേഷന്. എന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ കോസ്റ്റ് കട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്, അത്രയും നേരത്തെ പേഷ്യൻസിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലിവർ ഫെയിലർ ഇല്ലാതെ ലിവർ ക്യാൻസേഴ്സ് നമ്മൾ കുറേ പേര് ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ പറയും ഇടയ്ക്കിടെ മദ്യം കഴിച്ചാൽ കുഴപ്പമില്ല. അങ്ങനെ ഇടയ്ക്കിടെ മദ്യം കഴിച്ച് വരുന്ന ആൾക്കാരിലൊക്കെ ഇഷ്ടം പോലെ ഞാൻ വീക്ക്ലി ഡയഗ്നോസ് ചെയ്യുന്നുണ്ട് ലിവർ ക്യാൻസർ. നല്ല ലിവറിൽ വലിയ ചക്ക ക്യാൻസേഴ്സാണ്. അവരിലും നമ്മൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഓഫർ ചെയ്യുന്നത് ട്രാൻസ്പ്ലാന്റേഷനാണ്. അപ്പം അങ്ങനെയാണ് ഈ നമ്പേഴ്സ് കൂടുന്നത്. മോർ അവയർനെസ്, ബെറ്റർ ഡയഗ്നോസിസ്. അപ്പോൾ താങ്ക് യു ചോദ്യം ചോദിച്ചതിനും അതുപോലെ വളരെ പേഷ്യൻ്റ് ആയിട്ടിരുന്ന് എല്ലാവരും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ കൊണ്ടുപോയതിന് അബി ഫിലിപ്സിന് നന്ദി പറയുന്നു. താങ്ക് യു.